ഹലോ ഗായ്സ്, ഇനി നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ഇൻഡൈസസ്. എൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് എസെൻഷ്യൽസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി, സോബൻ പീറ്റർ, 6th എഡിഷൻ. ഓക്കെ, സോ ഇൻഡൈസസ് എന്ന് പറയുമ്പം ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓരോ ഇൻഡൈസസും അല്ലെങ്കിൽ ഓരോ ഇൻഡെക്സ് തന്ന ആൾക്കാർ, അത് അവരുടെ ഏത് വർഷമാണ്, ഇയർ, ആൾക്കാരുടെ പേര്, ക്രൈറ്റീരിയ, സ്കോറിങ്, ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് ദിസ് ഇൻഡെക്സ് ഇസ് ട്രൂ. അപ്പോൾ ചിലപ്പോൾ അവർ സ്കോറിങ് ക്രൈറ്റീരിയ ആയിരിക്കും തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ആയിരിക്കും തരിക. അങ്ങനെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനോ, ഐ മീൻ ഇത് മാത്രമേ പഠിക്കാവൂ, പഠിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും പറയാനില്ല. എവറി ഇൻഡെക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ വേറെ ഓപ്ഷനൊന്നുമില്ല. ഇത് നന്നായിട്ട് പഠിക്കുക എന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ഇൻഡെക്സും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക. അല്ലാണ്ട് ഇതിന് ഒരു ഷോർട്ട് ടെക്നിക്കോ അല്ലെങ്കിൽ എളുപ്പ വഴിയോ ഒന്നുമില്ല. കാരണം എല്ലാ ക്രൈറ്റീരിയാസും ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആണ്. സോ റിലേറ്റ് ചെയ്തിട്ട് മാക്സിമം മനസ്സിലാക്കി പഠിക്കുക. ക്രൈറ്റീരിയാസ് ഇപ്പം സ്കോറിംഗ് ഒന്നും അങ്ങനെ ഇപ്പം 0.01, 0.02 അതൊക്കെ എന്താണെന്നൊന്നും അങ്ങനെ ഗുഡ് ബാഡ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഫൈനലി അതിനെന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഏതാണ് ബെറ്റർ, ഏതാണ് മോശം, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ഒരു ഐഡിയ വേണം മൊത്തത്തിൽ. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡെക്സ് എന്തിനാന്ന് ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. കാരണം നമ്മൾ എന്ത് എപ്പിഡമോളജിക് സ്റ്റഡീസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇഫ് വി വോണ്ട് ടു മെഷർ എ ഡെൻ്റൽ ഡിസീസസ് വി ഹാവ് ടു യൂസ് ദ ഇൻഡെക്സ്, വി ഹാവ് ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് ഇൻഡെക്സ്. ഓക്കെ, അപ്പം ഇൻഡെക്സിലാണ് നമ്മൾ വി ക്യാൻ ക്വാണ്ടിഫൈ എ ക്ലിനിക്കൽ കണ്ടീഷൻ. ഓക്കെ, നമ്മൾ ഡെൻ്റൽ ഡിസീസ് പഠിക്കുന്ന കാരണം വി ക്യാൻ വിത്ത് ഹെൽപ്പ് ഓഫ് എൻ ഇൻഡെക്സ് വി ക്യാൻ ക്വാണ്ടിഫൈ ദ ഡെൻ്റൽ ഡിസീസസ്. അല്ലാണ്ട് പല ഡിസീസസിനും പല ടൈപ്സ് ഓഫ് ഇൻഡൈസസ് ഉണ്ട്. സോ ഹിയർ വി ആർ മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഡെൻ്റൽ ഇൻഡൈസസ്. ഓക്കെ, സോ നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ കേരീസ് ഒക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുക, നമുക്കത് ഇൻഡൈസസിലൂടെ മാത്രമേ പറ്റുള്ളൂ, അല്ലേ? അല്ലാണ്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡൈസസ് അല്ലെങ്കിൽ ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. ഡെഫിനിഷൻ ഒന്നും ചോദിക്കാറില്ല, പക്ഷേ അത് ആരാ തന്നേന്ന് മേ ബി ക്യാൻ ആസ്ക്. ഓക്കെ, so index is a graduated scale having upper and lower limits. Okay, definitely it have upper and lower limits. കാരണം ഒരു ക്രൈറ്റീരിയ അല്ല, അപ്പോൾ ലോവർ ലിമിറ്റും ഉണ്ടാവും അപ്പർ ലിമിറ്റും ഉണ്ടാവും. വിത്ത് സ്കോർസ് ഓൺ ദ സ്കെയിൽ കറസ്പോണ്ടിങ് ടു എ സ്പെസിഫിക് ക്രൈറ്റീരിയ വിച്ച് ഇസ് ഡിസൈൻ ടു പെർമിറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ വിത്ത് അതർ പോപ്പുലേഷൻ ക്ലാസിഫൈഡ് ബൈ സെയിം ക്രൈറ്റീരിയ ആൻഡ് മെത്തേഡ്സ്. ആൻഡ് ഫൈനലി നമുക്ക് ഇൻഡെക്സ് കൊണ്ട് എന്താ വേണ്ടത്? വി ഹാവ് ടു കമ്പയർ, അല്ലേ? നമ്മളത് കമ്പാരിസൺ ആണ് അത് പെർമിറ്റ് ചെയ്യേണ്ട ആവശ്യം, അല്ലേ? നമുക്കത് അതർ പോപ്പുലേഷനുമായിട്ട് നമുക്കത് കമ്പയർ ചെയ്യണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. ഒരു ന്യൂമറിക്കൽ ഗ്രാജുവേറ്റഡ് സ്കെയിലാണ്, അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് ഉണ്ട്, സ്കോർസ് ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ എന്ന് പറയുകയാണെങ്കിൽ ഏത് ജിഞ്ചാവൽ ഡിസീസ് ആവാം, അല്ലെങ്കിൽ പെരിഡോണ്ടൈറ്റിസ് ആവാം, അങ്ങനെ എന്തും ആവാം. ഓക്കെ, ആൻഡ് ഫൈനലി വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ദ other population which is classified by same criteria and methods. So definition it is given by Russell A.L. നമുക്കിനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡൈസസിലേക്ക് പോവാം. സോ ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ വാട്ട് ഈസ് എ ക്യുമുലേറ്റീവ് ഇൻഡെക്സ്, വാട്ട് ഈസ് എ എന്താ പറയുക തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, so classification of index it is based upon the direction in which the scores can fluctuate and upon the 4 categories ആണ്. Okay, first one based upon the direction in which scores can fluctuate, and second one is upon the extent to which the areas of oral cavity are measured. Okay, third one is according to the entity they measure, and fourth one is general indices അല്ലെങ്കിൽ സ്പെസിഫിക് കാറ്റഗറീസ് നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഡിപ്പെൻഡിങ് upon the extent to which the areas of oral cavity are measured. Okay, അപ്പം ഓറൽ ക്യാവിറ്റീൻ്റെ നമ്മൾ ഏത് ഏരിയ നമ്മൾ എങ്ങനെയാണോ മെഷർ ചെയ്യുന്നത്, ഓക്കെ, അത് ഹാഫ് ആണോ ഫുൾ ആണോ, അത് വെച്ചിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഫുൾ മൗത്ത് ഇൻഡൈസസ് ഉണ്ട്, വി ഹാവ് സിംപ്ലിഫൈഡ് ഇൻഡൈസസ്. ഓക്കെ, ഫുൾ മൗത്ത് എന്ന് പറയുമ്പോൾ ആസ് ദ നെയിം സജസ്റ്റ് എൻറ്റയർ പെരിഡോൺഷ്യം ഓർ ഡെൻറ്റീഷ്യൻ ഇസ് മെഷർഡ്. അതിനൊരു എക്സാമ്പിളാണ് OHI. ഓക്കെ, എക്സാമ്പിൾസ് തന്നിട്ടാണ് ചോദിക്കാറ് വിച്ച് ടൈപ്പ് ഓഫ് ഇൻഡെക്സ് ഇസ് ദിസ്, ഐ മീൻ അണ്ടർ വിച്ച് കാറ്റഗറി ഇറ്റ് വിൽ കം. സോ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. Then simplified indices means ഒരു representative of a sample. So OHIS is a simplified index. കാരണം നമ്മൾ ഫുൾ മൗത്ത് എക്സാമിൻ ചെയ്യുന്നില്ല, അതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷനാണ്. OHIൻ്റെ സിംപ്ലിഫൈഡ് വേർഷനാണ് OHIS, അല്ലേ? ഓക്കെ, അത് ഒരു കാറ്റഗറി. നെക്സ്റ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ എൻറ്റിറ്റി വിച്ച് ദേ മെഷർ. ഓക്കെ,
Either it can be a disease index or a symptom index or a treatment index. So disease index എന്ന് പറയുമ്പോൾ DK is a disease. Okay, DMF is the best example of a disease index. Symptom index, okay, gingival or circular bleeding are the symptom indices. അല്ലാതെ ഒരു bleeding is a symptom. So symptom index in example gingival bleeding index ആണ്. And treatment index, what is a treatment? Filling is a kind of treatment. So DMFT is the best example for a treatment index. Then special categories. Okay, special categories നമ്മൾ simple index ഉം cumulative index ഉം പറയും. Okay, so what is a simple index? Index that measures the presence or absence of a condition. Okay, that is a simple index. അപ്പോൾ plaque index. Plaque index തരും എന്താ, whether plaque is present or absent. So അതാണ് simple index. And what is a cumulative index? ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. Index that measures all the evidence of a condition, past, present, everything. That is a cumulative. എന്ന് വെച്ചാൽ മൊത്തം. ഓക്കെ, സോ അതിന് എക്സാമ്പിളാണ് DMF ഇൻഡെക്സ്. അതിൽ DK മെഷർ ചെയ്യും, മിസ്സിംഗ് മെഷർ ചെയ്യും, ആൻഡ് ഫിൽഡ്. അപ്പം ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ക്യുമുലേറ്റീവ് ഇൻഡെക്സ്. സോ അടുത്തത് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻസ് ഇൻ വിച്ച് ദ സ്കോർസ് ക്യാൻ ഫ്ലക്ച്വേറ്റ്. സോ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പീരിയോഡിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പം സ്കോർസ് ചേഞ്ച് വരാത്ത ഇൻഡൈസസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സ്കോർസ് ക്യാൻ ഡിക്രീസ് ഓർ സ്കോർസ് ക്യാൻ ഇൻക്രീസ്. അതാണ് സ്കോർസിൻ്റെ ഫ്ലക്ച്വേഷൻ, അതിൻ്റെ ഡയറക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറിവേഴ്സിബിൾ ഇൻഡെക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഡെക്സ് ഹു സ്കോർസ് വിൽ നോട്ട് ഡിക്രീസ് ഓൺ സബ്സിക്വൻറ്റ് എക്സാമിനേഷൻസ്. അത് എപ്പോൾ നമ്മൾ നോക്കിയാലും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ DMFT, അതായത് DKയോ മിസ്സിങ്ങോ ഫിൽഡോ ഒന്നും മാറില്ല. കാരണം ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഡാമേജ് അല്ലേ, ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ ഡിസീസ് അല്ലേ. സോ ഇറിവേഴ്സിബിൾ ഇൻഡെക്സ് ആൻ എക്സാമ്പിൾ ഇസ് DMFT. ആൻഡ് ഇറിവേഴ്സിബിൾ ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മൾ സബ്സിക്വൻറ്റ് ഇൻഡെക്സ് ഹു സ്കോർസ് ചേഞ്ചസ് ഓൺ സബ്സിക്വൻറ്റ് എക്സാമിനേഷൻസ്. ഓക്കെ, അപ്പം അതിൻ്റെ ചേഞ്ച് നമുക്ക് ചില സമയത്ത് കൂടാം അല്ലെങ്കിൽ ചില സമയത്ത് കുറയാം. ദർ വിൽ ബി ചേഞ്ചസ്. ഓക്കെ, അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഓറൽ പ്രൊഫൈലാക്സിസ് എല്ലാം ചെയ്ത്, അതായത് നമ്മൾ കമ്പയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ ആദ്യം നോക്കുന്ന സമയത്ത് ജിഞ്ചാവൽ ഇൻഡെക്സ് കൂടുതലാണ്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഗമ്മിനെ എല്ലാം കെയർ എടുത്ത് ഓറൽ പ്രൊഫൈലാക്സിസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പം ഇറ്റ് മൈറ്റ് ഡിക്രീസ് അല്ലേ. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഹാബിറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറ്റിയോളജിക്കൽ ഫാക്ടർ കാരണം ചിലപ്പോൾ അത് വേഴ്സനും ആവാം. സോ അതാണ് റിവേഴ്സിബിൾ ഇൻഡെക്സ്. ഇറ്റ് ക്യാൻ ഫ്ലക്ച്വേറ്റ് ഓർ ഇറ്റ് ക്യാൻ ചേഞ്ച് ഓക്കെ ഓൺ സബ്സിക്വൻറ്റ് ഇവാലുവേഷൻസ്. അപ്പോൾ നമ്മൾ ഇൻഡൈസസിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സോ ബേസ്ഡ് ഓൺ ദ സ്കോർസ് ഉണ്ട്, ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ദ സ്കോർസ് ആൻഡ് സ്പെഷ്യൽ കാറ്റഗറീസ് ആർ ദർ അക്കോർഡിംഗ് ടു ദ എൻറ്റിറ്റി വിച്ച് they measure, അതായത് ഡിസീസ് ആണോ സിംറ്റം ആണോ ട്രീറ്റ്മെൻറ്റ് ആണോ, ഡിപ്പെൻഡ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഏരിയാസ് ആർ മെഷേർഡ്. ഓക്കെ, അപ്പം ഏരിയ മെഷർ ചെയ്യുന്നത് വെച്ചിട്ട് അവിടെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, either it is full mouth or simplified. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഓരോന്നിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ഐഡിയൽ റിക്വിസിറ്റ്സ് ഓഫ് എൻ ഇൻഡെക്സ്. ഓക്കെ, ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ is simplicity. Okay, it should be easy to apply so that there is no undue time loss during field experiments. അതായത് വളരെ ഈസി ആയിരിക്കണം, നമുക്ക് ടൈം ലോസ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് there should be no expensive equipment should be needed. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഒബ്ജക്റ്റിവിറ്റി. ഓക്കെ, ഒബ്ജക്റ്റിവിറ്റി എന്ന് വെച്ചാൽ ദ ക്രൈറ്റീരിയ ഷുഡ് ബി ക്ലിയർ ആൻഡ് അൺഅംബിഗ്വസ്. ഓക്കെ, അതായത് നമ്മൾ ഓരോ ജിഞ്ചാവൽ ഇൻഡെക്സിന് സ്കോറിങ്ങിന് ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ആ ക്രൈറ്റീരിയ ഒരു വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദർ ഷുഡ് ബി എനി കൺഫ്യൂഷൻസ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി അൺഅംബിഗ്വസ്, ക്ലിയർ ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കാറ്റഗറീസ് ആയിരിക്കണം. ഓവർലാപ്പിംഗ് ഒന്നും പാടില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ഒബ്ജക്റ്റിവിറ്റി. സോ ഫസ്റ്റ് വൺ ഇസ് സിംപ്ലിസിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ആൻഡ് നെക്സ്റ്റ് കംസ് വാലിഡിറ്റി. സോ വാലിഡിറ്റി മീൻസ് ഇറ്റ് ഷുഡ് മെഷർ വാട്ട് ഇസ് ഇറ്റ് ഇൻറ്റൻഡഡ് ടു മെഷർ. അതായത് ഇപ്പോൾ ഡെൻ്റൽ കേരീസിന് ഇൻഡൈസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് അതിന് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ, സോ ദാറ്റ് ഇറ്റ് ഷുഡ് കറസ്പോണ്ട് വിത്ത് ക്ലിനിക്കൽ സ്റ്റേജസ് ഓഫ് ദ ഡിസീസ് അണ്ടർ സ്റ്റഡി അറ്റ് ഈച്ച് പോയിന്റ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രഷനും അതിൻ്റെ ക്ലിനിക്കൽ സ്റ്റേജസുമായിട്ട് അത് കറസ്പോണ്ട് ചെയ്യണം. സോ ഇപ്പം പല സിവിയറിറ്റീസ് ഓഫ് ഡിസീസസ് ഉണ്ടാവുമല്ലോ. അപ്പം ആ ഓരോ സ്റ്റേജിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഡിസീസ് യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ദാറ്റ് ഈസ് വാലിഡിറ്റി. ഇറ്റ് ഷുഡ് മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ. Okay, and it has got two components, sensitivity and specificity. Okay, what is sensitivity? Its ability to detect the condition when it is present. Okay, the index is highly sensitive എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ജിഞ്ചാവൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ we should be able to detect the condition. Okay, and next one is specificity. Okay, ability to not detect the condition when it is absent. അതായത് ഡിസീസ് ആബ്സെൻ്റ് ആകുമ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പാടില്ല. സോ ദാറ്റ് ഇസ് സ്പെസിഫിസിറ്റി. സോ സെൻസിറ്റിവിറ്റി മീൻസ് അത് ഡിസീസ് ഉണ്ടപ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ. സ്പെസിഫിസിറ്റി മീൻസ് വെൻ ദ ഡിസീസ് ഇസ് ആബ്സെൻറ്റ് നമുക്കത് കണ്ടുപിടിക്കാനും പറ്റില്ല. സോ അതാണ് വാലിഡിറ്റിയുടെ രണ്ട് കോമ്പണൻസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു റിലയബിലിറ്റി. സോ വാട്ട് ഈസ് റിലയബിലിറ്റി?
it should measure the consistently at different times and under a variety of conditions. So consistency ആണ് reliability കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So index should have the capacity to measure consistently at different times and under a variety of conditions. Okay, അപ്പം അതിനും രണ്ട് കോമ്പണൻസ് ഉണ്ട്. ദറ്റ് ഇസ് ഇൻറ്റർ എക്സാമിനർ റിലയബിലിറ്റി ആൻഡ് ഇൻട്രാ എക്സാമിനർ റിലയബിലിറ്റി. ഓക്കെ, അപ്പം റിലയബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കൺസിസ്റ്റൻസിയാണ്. ആര് മെഷർ ചെയ്താലും ഇറ്റ് ഷുഡ് ഗിവ് എ കൺസിസ്റ്റൻറ്റ് റിസൾട്ട്. ഇപ്പം ഞാൻ ജിഞ്ചാവൽ ഇൻഡെക്സ് മെഷർ ചെയ്യുന്ന സമയത്ത് ഐ ഹവ് ഗോട്ട് എ സ്കോർ ഓഫ് 2 ആൻഡ് വെൻ യു ഗൈസ് ആർ മെഷറിങ് ഇറ്റ് യു ഷുഡ് ഓൾസോ ഗെറ്റ് എ സ്കോർ ഓഫ് 2. അപ്പോൾ അങ്ങനെയായിരിക്കണം ഒരു ഇൻഡെക്സ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ക്രൈറ്റീരിയയും അതിൻ്റെ എല്ലാം. ആൻഡ് അത് നമ്മൾ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യണം എന്നാണ് അവിടെ എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ഇൻറ്റർ എക്സാമിനർ റിലയബിലിറ്റി? Inter means inter, okay, inter and intra. Okay, inter means different. Okay, different examiners record the same result. അതായത് ഞാനും നിങ്ങളും നോക്കുമ്പോൾ we should get a same result. And what is intra? That is within the inside. Okay, അതായത് ഞാൻ തന്നെ 2 തവണ ചെയ്യുന്ന സമയത്തും I should get the same consistent results. So that is intra examiner reliability. So when the same examiner records, the same result is repeated at the same result we will get at repeated attempts. Okay, that is same examiner records the same result at repeated attempts. So that is reliability. Clear? So properties la ini varan ponna acceptability. And acceptability means the index should be acceptable to each and everyone whom we are subjected to do that index. Okay, അതായത് സബ്ജക്ട്സിന് അത് acceptable ആയിരിക്കണം, and it should be safe and it should not be demeaning to the subject. Okay, the most important thing is like അവർക്ക് അത് acceptable ആയിരിക്കണം. ഓക്കെ, അല്ലാണ്ട് നമുക്കതിന് സക്സസ് ഉണ്ടാവില്ല. And the last one is quantifiability. Okay, in the index should be amenable for statistical analysis. It is a very important property. കാരണം നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്ന തന്നെ നമുക്ക് ഫൈനലി വി ഷുഡ് ഗെറ്റ് സം കൈൻഡ് ഓഫ് നമുക്ക് ക്വാണ്ടിഫിക്കേഷൻ വേണം. സോ ഇറ്റ് ഷുഡ് ബി amenable to statistical analysis and we should have the capacity to interpret, and indices should be interpretable also. So adana properties. Okay, so what are the properties? Simplicity, objectivity, then comes reliability, and then comes validity. Validity il rendu components in the sensitivity and specificity, then acceptability and quantifiability. Okay, then objectives and uses of an index. അത് ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്നു, why should we formulate an index. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിലും അത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, റിസർച്ചിലും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എപ്പിഡമോളജിക്കൽ സർവീസിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്തിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് നമുക്ക് കൈൻഡ് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. നമുക്ക് പ്ലാക്ക് ഇൻഡെക്സ് എടുത്തിട്ട് ഇത്രയും നിങ്ങളുടെ മൗത്ത് നിങ്ങളുടെ ടീത്തിൽ പ്ലാക്ക് അക്യുമുലേറ്റഡ് ഉണ്ട്, സോ കൈൻഡ് ഓഫ് അവെയർനെസ് വി ക്യാൻ ഡു. സോ ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അണ്ടർ ഒരു ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ. സോ ഇൻ റിസർച്ച് പറയുകയാണെങ്കിൽ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിനകത്ത് നമുക്ക് എവിഡൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കീരീസിനെ വെൻ വി ഹാവ് ടു ക്വാണ്ടിഫൈ വി ഹാവ് ടു യൂസ് ദ ഹെൽപ്പ് ഓഫ് എൻ ഇൻഡെക്സ്. സിമിലർലി കമ്മ്യൂണിറ്റി ഹെൽത്തിലാണെങ്കിലും നമുക്ക് ഓരോ ഡിസീസിൻ്റെ പ്രിവലൻസും ഇൻസിഡൻസും ഒക്കെ ഇൻഡൈസസ് വെച്ചിട്ട് മെഷർ ചെയ്യാം. സോ ഹൗ മച്ച് ദ ഡിസീസ് ഇസ് particular that disease is particularly present in that population. അതായത് ആ ഡിസീസ് എത്രത്തോളം അതിൻ്റെ പ്രിവലൻസ് ഉണ്ട് പെർട്ടിക്കുലർലി ഇൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പുലേഷനിൽ ഡെൻ്റൽ കേരീസിൻ്റെ പ്രിവലൻസ് എത്ര. സോ ദാറ്റ് ഈസ് ലൈക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത്. നമുക്ക് മൊത്തം കമ്മ്യൂണിറ്റിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രിവലൻസ് ആൻഡ് ഇൻസിഡൻസ് ആൻഡ് വി ക്യാൻ പ്ലാൻ ഫോർ പ്രിവെൻറ്റീവ് പ്രോഗ്രാം. സോ ഇറ്റ് എക്സ്റ്റെൻസ് മച്ച് ഹയർ ലെവലിലായിട്ട് അതിൻ്റെ ഇൻഡൈസസിൻ്റെ നമ്മുടെ ഉപയോഗം. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് വെറുതെ ഉണ്ടാക്കി കൂട്ടിയൊരു സംഭവമല്ല. വെറുതെ കുറേ കാറ്റഗറീസും വെറുതെ കുറേ വാല്യൂസും വെച്ചിട്ട് നമ്മളെ കഷ്ടപ്പെടുത്താൻ ഉണ്ടാക്കിയ സംഭവം നിങ്ങൾ വിചാരിക്കരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു റിസർച്ച് ലെവലിൽ നമ്മൾ പോയാലേ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്ലിയർ. സോ ഇനി നമുക്ക് ഡെൻ്റൽ ഡിസീസസും ഇൻഡൈസസിലേക്കും കിടക്കാം. സോ വാട്ട് ആർ ദ കോമൺ ഡെൻ്റൽ ഡിസീസസ്? പെരിഡോണ്ടൽ ഡിസീസസ്, ഡെൻ്റൽ കേരീസ്, മാലക്ലൂഷൻ ആൻഡ് ഡെൻ്റൽ ഫ്ലൂറോസിസ്. ഓക്കെ, ഇത് ഈ നാലെണ്ണത്തിൻ്റെയും സബ് കാറ്റഗറിയിലുള്ള ഇൻഡൈസസ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ ഇത് നാലും പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വേറെയും ഡെൻ്റൽ ഡിസീസസ് ഉണ്ട്. സോ ഈ നാലെണ്ണത്തിലും വരുന്ന മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡൈസസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻഡൈസസ് യൂസ്ഡ് ഫോർ ഓറൽ ഹൈജീൻ അസസ്മെൻറ്റ്. ഓക്കെ, അതിനകത്ത് വരുന്നത് ഓറൽ ഹൈജീൻ ഇൻഡെക്സ്, സിംപ്ലിഫൈഡ് ഓറൽ ഹൈജീൻ ഇൻഡെക്സ്, പേഷ്യൻ്റ് ഹൈജീൻ പെർഫോമൻസ്, ടെറസ്കി, ഗിൽമോർ, ഗ്ലിക്മാൻ മോഡിഫിക്കേഷൻ ഓഫ് ദ ക്യുഗ്ലി-ഹീൻ പ്ലാക്ക് ഇൻഡെക്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഓറൽ ഹൈജീൻ ആയാലും പ്ലാക്ക് ആയാലും എല്ലാം മെഷർ ചെയ്യുന്നത് ദേ ആർ ഓൾ കംസ് അണ്ടർ പെരിഡോണ്ടൽ ഇൻഡൈസസിലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഓറൽ ഹൈജീന് സെപ്പറേറ്റ് കാറ്റഗറി ആക്കിയെന്നേ ഉള്ളൂ. പക്ഷേ പെരിഡോണ്ടൽ ഡിസീസിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഓറൽ ഹൈജീൻ മെഷർ ചെയ്യുന്നതായാലും പ്ലാക്ക് മെഷർ ചെയ്യുന്നതായാലും ഈവൻ നമ്മുടെ ജിഞ്ചൈവൈറ്റിസ് ആയാലും ദാറ്റ് ഓൾ ബിലോങ്സ് ടു പെരിഡോണ്ടൽ ഇൻഡൈസസ്. ഓക്കെ, സോ അത് ഓർത്തിരിക്കണം.
സോ വി ആർ മൂവിങ് ഓൺ ടു ഓറൽ ഹൈജീൻ ഇൻഡെക്സ്. ഓക്കെ, ഇതിനകത്ത് എന്തായാലും എല്ലാ ഇൻഡൈസസിൻ്റെയും പേരും ഇയറും ഓതറും ബൈ ഹാർട്ട് പഠിച്ച് വെച്ചേക്കുക. എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ എന്തിനാണ് അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, പിന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പെക്യുലാരിറ്റി ഉണ്ടോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഞാൻ ജനറലായിട്ട് എല്ലാം പറയുന്നുണ്ട്, കാരണം എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം ഒരു ഇൻഡൈസസ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്ന രീതിയിൽ പൾസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം ഓറൽ ഹൈജീൻ്റെ ഓതറിനെ അല്ല, പകരം പ്ലാക്ക് ഇൻഡെക്സിൻ്റെ ഓതറിനെയാണ് ചോദിച്ചത്, അതുകൊണ്ട് പ്ലാക്ക് ഇൻഡെക്സിൻ്റെ ഓതർ മാത്രം പഠിച്ചാൽ മതി വിചാരിച്ചിട്ട് കാര്യമില്ല. എവറിത്തിങ് അവർക്ക് ചോദിക്കാം, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ജസ്റ്റ് എല്ലാം തറവായിട്ട് പഠിക്കുക. ഓക്കെ, വളരെ ബ്രീഫായിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ പറയുന്ന പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1960, important, and it was by John C. Green and Jack R. Vermillion. It is very simple and sensitive method for assessing group or individual oral hygiene quantitatively. Okay, അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എന്താ ക്വാളിറ്റി എന്താന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ഓറൽ ഹൈജീൻ ഇൻഡെക്സ് ഗ്രീൻ ആൻഡ് വെർമിലിയൻ ഇൻ ദ ഇയർ 1960. അപ്പോൾ ഇത് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഫോർ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഗ്രൂപ്പ്സിനും അസസ് ചെയ്യാൻ പറ്റും. ഏത് ഓറൽ ഹൈജീൻ ഇൻഡെക്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് 2 components, ഡെബ്രിസ് ഇൻഡെക്സും കാൽക്കുലസ് ഇൻഡെക്സും. ഇപ്പം നമ്മൾ ഓറൽ ഹൈജീൻ ഇൻഡെക്സ് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഓറൽ ക്യാവിറ്റീനെ 6 segments ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പർ കസ്പിഡ് ടു കസ്പിഡ്, പ്രീമോലാർ ടു മോലാർ 2 സൈഡിലും, സിമിലർലി ലോവർ ആർച്ചിലും. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ റൂൾസ്? നമ്മൾ ഫുള്ളി ഇറപ്റ്റഡ് ടൂത്തിന് മാത്രമേ സ്കോർ ചെയ്യുള്ളൂ. തേർഡ് മോലാസ് ഇൻകംപ്ലീറ്റ്ലി ഇറപ്റ്റഡ് ആണെങ്കിൽ നമ്മൾ സ്കോർ ചെയ്യില്ല. പിന്നെ ബക്കൽ ആൻഡ് ലിംഗ്വൽ ഡെബ്രിസ് സ്കോർസ് ആർ ബോത്ത് ടേക്കൺ ഓൺ ദ ടൂത്ത് ഇൻ എ സെഗ്മെന്റ്, ആൻഡ് ദോസ് ഹു ഹാവ് ഇൻ ദ ഗ്രേറ്റർ സർഫസ് ഏരിയ ആർ കവേർഡ് ബൈ ദ ഡെബ്രിസ്. ഓക്കെ, ഏതിലാണോ ഏറ്റവും കൂടുതൽ ഡെബ്രിസ് ഉള്ളത് അതാണ് നമ്മൾ എടുക്കുക. ഓക്കെ, then what, the buccal and lingual calculus scores are both taken, same like calculusum. Okay, and highest score is taken on which two that has got the highest calculus coverage. Okay, supra or subgingival ഏതാണോ അതെടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഡെബ്രിസ് ഇൻഡെക്സിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോവാം. ഓക്കെ, ഡെബ്രിസ് ഇൻഡെക്സ് എന്ന് പറയുമ്പം ആ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് വൺ ക്ലീൻ ആണ്, കെനൈൻ നോക്കൂ. ഓക്കെ, ദർ ഇസ് നോ ഡെബ്രിസ്. ഓക്കെ, ഫസ്റ്റ് വൺ സോഫ്റ്റ് ഡെബ്രിസ് കവറിംഗ് നോട്ട് മോർ ദാൻ 1/3 ഓഫ് ദ ടൂത്ത് സർഫസ് ആൻഡ് പ്രസൻസ് ഓഫ് എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് വിതൗട്ട് അതർ ഡെബ്രിസ് റിഗാർഡ്ലെസ് ഓഫ് ദ ഏരിയ കവർഡ്. ഇത് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മതി. ഒന്നല്ലെങ്കിൽ 1/3 ഡെബ്രി ഉണ്ടാവണം, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് സ്റ്റെയിൻ ഉണ്ടാവണം. ദെൻ more than 1/3, less than 2/3, and the last one, that is central incisor നോക്കൂ, more than 2/3. ഇതാണ് ഡെബ്രിസ് ഇൻഡെക്സിൻ്റെ ക്ലാസ് കാറ്റഗറി സ്കോറിൻ്റെ ക്രൈറ്റീരിയ, നോട്ട് കാറ്റഗറി. ഇതിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, ഇനി കാൽക്കുലസ് ഇൻഡെക്സും നോക്കാം. സോ 0 എന്ന് പറയുമ്പോൾ നോ കാൽക്കുലസ്. 1 is like supragingival calculus not covering more than 1/3 of the exposed tooth surface. ആ പിക്ചർ നോക്കൂ. Then supragingival calculus covering more than 1/3 but not more than 2/3. Second, 1, 2, 3, third image. Okay, and there is individual flex of subgingival calculus around the cervical portion of the tooth or both. Okay, and third one is supragingival covering more than 2/3 of the exposed tooth surface or a continuous heavy band of subgingival calculus covering around the cervical portion of the tooth. ഓക്കെ, അവിടെ ജസ്റ്റ് കാൽക്കുലസ് ആണ്. ഫുൾ എന്താ പറയുക, സബ്ജിഞ്ചേവൽ ഒരു തിക്ക് ബാൻഡാണ് തേർഡ് കാറ്റഗറി, തേർഡ് സ്കോറിൻ്റെ ഡിസ്ക്രിപ്ഷൻ. സെക്കൻഡ് സ്കോർ എന്ന് പറയുമ്പം ആ കുഞ്ഞി 2 കുത്ത് കണ്ട്, ദാറ്റ് ഇസ് ലൈക്ക് ഫ്ലെക്സ് ഓഫ് സബ്ജിഞ്ചേവൽ കാൽക്കുലസ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കോർ കൊടുക്കാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഓർക്കേണ്ട കാര്യം 1ൽ സൂപ്പർജിഞ്ചൈവലും ബാക്കി 2ലും 3ലും സബ്ജിഞ്ചൈവലിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, സോ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഡെബ്രിസ് ഇൻഡെക്സ് ഈക്വൽ ടു ബക്കൽ സ്കോർ പ്ലസ് ലിംഗ്വൽ സ്കോർ. അതായത് നമ്മൾ എല്ലാ സ്കോർസും കൂടെ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ്. ഓക്കെ, സിമിലർലി കാൽക്കുലസ് ഇൻഡെക്സ് അത് തന്നെ. ആൻഡ് OHI എന്ന് പറയുമ്പം DI പ്ലസ് CI ആണ്. ഈ DIൻ്റെയും CIൻ്റെയും റേഞ്ചസ് ഫ്രം 0 to 6. ഓക്കെ, ആൻഡ് മാക്സിമം സ്കോർ ഫോർ ഓൾ സെഗ്മെൻറ്റ്സ് ക്യാൻ ബി 36 ഫോർ ഡെബ്രിസ് ഓർ കാൽക്കുലസ്. Okay, OHI ranges from 0 to 12. Higher the OHI, poor is the oral hygiene of the patient. അത് അറിയാലോ. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് രണ്ടിൻ്റെയും DIയും CIയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ട് വി ഷുഡ് ആഡ്, ദാറ്റ് ഈസ് ലൈക്ക് അതാണ് OHIൻ്റെ ഫൈനൽ കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, സോ അതാണ് OHI. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഏറ്റവും വേസ്റ്റ് സ്കോറുള്ള
ബക്കലിലും വേസ്റ്റ് സ്കോറുള്ളത് എടുക്കണം, ലിംഗ്വലിലും വേസ്റ്റ് സ്കോർ എടുക്കണം. അപ്പോൾ രണ്ടും സെയിം ടൂത്ത് ആവണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഓരോ സെഗ്മെൻറ്റും. ഓക്കെ, സോ ദർ വിൽ ബി ലൈക്ക് 6 segments ആൻഡ് വിൽ ഗെറ്റ് 6 or more ടൂത്ത്. അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ബക്കലിലുള്ള ഹയസ്റ്റ് സ്കോർ ആയിരിക്കണം എന്നില്ല ലിംഗ്വലിലുള്ള ഹയസ്റ്റ് സ്കോറുള്ള ടീത്ത്. സോ ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ. ആൻഡ് ഡി ഐയും സി ഐയും അതുപോലെ. ആൻഡ് ദെൻ ഫൈനലി വിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ്. എത്ര സെഗ്മെൻറ്റ്സ് എക്സാമിൻ ചെയ്തോ അത്. ഓക്കെ, ഇനി we are moving to simplified oral hygiene index. Okay, so first one was in 1960 and simplified oral hygiene index was in 1964. Okay, here only fully erupted permanent teeth are scored. Very important. And natural teeth with full crown restorations and surfaces reduced in height by caries or trauma are not scored. And that at that case alternate tooth is then examined. Okay, simplified എന്ന് വെച്ചാൽ he simplified it. എന്താണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാം, നമ്മളവിടെ എല്ലാ ടൂത്തും നോക്കണം. സോ ഇവിടെ ജസ്റ്റ് ഇൻഡെക്സ് ടീത്തിനെ മാത്രമായിട്ട് കൊണ്ടുവന്നു. സോ വി ഹാവ് ടു ലുക്ക് ഓൺലി ഫോർ ഇൻഡെക്സ് ടീത്ത്. ഓക്കെ, അതായത് 16 ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് 16, 11, 26, 36, 31, 46. സോ ദീസ് ആർ ദ ഇൻഡെക്സ് ടീത്ത്. അപ്പോൾ നമുക്ക് ഫുൾ മൗത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇതിൻ്റെ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അട്രീഷൻ വന്ന ടീത്തും ഫുൾ ക്രൗൺ റെസ്റ്റോറേഷനുള്ള ടൂത്തും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റും പറയുന്നുണ്ട്. 16 ഇല്ലെങ്കിൽ 1718, 11 ഇല്ലെങ്കിൽ 21, 26 ഇല്ലെങ്കിൽ 2728, 36 ഇല്ലെങ്കിൽ 3738, 31 ഇല്ലെങ്കിൽ 41, 46 ഇല്ലെങ്കിൽ 4748. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ബാക്കി എല്ലാ ഓൾ എക്സെപ്റ്റ് 2 ഇൻഡെക്സ് ടീത്തിനകത്ത് നമ്മൾ ബക്കൽ സർഫസസ് ആണ് നോക്കുന്നത് വിത്ത് ദ സെയിം ക്രൈറ്റീരിയ. ആൻഡ് ഫോർ 4, 6 and 3, 6 വി ആർ എക്സാമിനിങ് ദ ലിംഗ്വൽ സർഫസസ്. ഓക്കെ, ബാക്കി എല്ലാത്തിലും ബക്കലും 2 ടൂത്തിൽ, അതായത് 4, 6-ലും 3, 6-ലും ലിംഗ്വലും. ഓക്കെ, സോ കാൽക്കുലേഷൻ ഇൻ്റർപ്രിട്ടേഷൻ ഇസ് ദ സെയിം. ഡി ഐ ആൻഡ് സി ഐ സ്കോർ, ടോട്ടൽ സ്കോർ ബൈ നമ്പർ ഓഫ് സർഫേസസ്. ഓക്കെ, ഇവിടെ ഫോർമുലയിൽ ചെറിയ വ്യത്യാസമുണ്ട്. സിൻസ് വി ആർ എക്സാമിനിങ് ദ സർഫസ്, അവിടെ സെഗ്മെൻറ്റ്സ് ആയിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്, ഇവിടെ നമ്പർ ഓഫ് സർഫസസ് ആണ്. ഓക്കെ, so OHI simplified is equal to DI plus CI score. Okay, ഇവിടെ 0 to 3 ആണ് റേഞ്ച് ചെയ്യുന്നത്. ആൻഡ് OHI score it ranges from 0 to 6. ഓക്കെ, അപ്പോൾ അതിൻ്റെ OHIയുടെയും OHISൻ്റെയും റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. സോ ഇൻ്റർപ്രിട്ടേഷൻ നോക്കൂ. ഡി ഐ എന്ന് പറയുന്നത് ഗുഡ്, ഫെയർ, പുവർ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ 0 to 0.6-ഉം 0.7 to 1.8-ഉം 1.9 to 3-ഉം അതാണ് ഗുഡ്, ഫെയർ, പുവർ ഫോർ ഡി ഐ ആൻഡ് സി ഐ. For OHIS, good എന്ന് പറയുമ്പം 0 to 1.2, 1.3 to 3 and 3 to 6. ഓക്കെ, അതാണ് OHISൻ്റെ വരുന്നത്. ഓക്കെ, ക്ലിയർ. സോ OHIയും OHISും എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസിൽ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി OHIS ആണ് ഇറ്റ് ക്യാൻ ഇവാലുവേറ്റ് ആൻ ഇൻഡിവിജ്വൽസ് ലെവൽ ഓഫ് ഓറൽ ക്ലെൻലിനെസ് ബിക്കോസ് അത് സിമ്പിൾ അല്ലേ. Okay, and evaluating the efficacy of toothbrushes and also helpful in evaluating health programs, and it is not that time consuming, so it is bit easy to do compared to OHI. Okay, so അടുത്ത് നമ്മൾ പേഷ്യൻ്റ് ഹൈജീൻ പെർഫോമ ഇൻഡെക്സിലേക്ക് പോവാണ്. ഇതും ഓറൽ ഹൈജീൻ സ്റ്റേറ്റസ് മെഷർ ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഓത്തേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ജസ്റ്റ് അതിന് കുറച്ച് എംഫസൈസ് കൊടുത്തോളൂ പഠിക്കുമ്പം. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോർട്ട് ഷേഡ്ലി, AG and Halley, GV in 1968. Okay, and assessments are based on 6 index teeth and they will measure the extent of plaque and debris over the tooth surface and was determined. Okay, ഇതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ആദ്യം നമ്മൾ ഡിസ്ക്ലോസിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പ്ലാക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് പേഷ്യൻ്റ് ഈസ് ആസ്ക്ഡ് ടു സ്വിച്ച് ഫോർ 30 seconds and then expectorate but not rinse. ദെൻ എക്സാമിനേഷൻ ഇസ് മെയ്ഡ് ബൈ യൂസിങ് എ മൗത്ത് മിറർ. അപ്പം ഈ ഓരോ ടൂത്തും നമ്മൾ 5 സബ് ഡിവിഷൻസ് ആയിട്ട് സ്കോർ ചെയ്യും. എന്നിട്ട് ഡെബ്രീസ് ഉണ്ടോ ഡെബ്രീസ് ഇല്ലേ അത് 0, 1 എന്നുള്ള കാറ്റഗറി ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യും. ഓക്കെ, ആ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് 5 സെഷൻസ്. ഓക്കെ, ഐ മീൻ 5 സബ് ഡിവിഷൻസ്. ഓക്കെ, സോ മീസിയലും ഡിസ്റ്റലും പിന്നെ ലേബിയലിൽ തന്നെ സെൻട്രൽ ലേബിയലിൽ തന്നെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് ടു ആഡ് ദ സ്കോർസ് ഓഫ് ഈച്ച് 5 സബ് ഡിവിഷൻസ്. ഓക്കെ, ദെൻ നമ്മൾ ഇൻഡിവിജ്വലിന് ഒരു PHP ഇൻഡെക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സ്കോർ ഓഫ് ഓൾ ദ ടീത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് എക്സാമിൻ ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ടീത്തിനും നമ്മൾ സ്കോർ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടീത്ത്, അങ്ങനെയാണ് PHPൻ്റെ ഇൻഡിവിജ്വലിനുള്ള സ്കോർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ റേറ്റിംഗ് സ്കോർസ് എന്ന് പറയുകയാണെങ്കിൽ എക്സലൻറ്റ് ഈക്വൽ, അതായത് നോ ഡെബ്രിസ് 0 ആണെങ്കിൽ, ഗുഡ് 0 to 1.7, 1.8 to 3.4 is fair, poor is 3.5 to 5.
ഓക്കെ, ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഓർത്തിരിക്കുക. എനിക്കറിയാം ഒത്തിരി കൺഫ്യൂസിങ് ആണ് എല്ലാത്തിൻ്റെയും സ്കോഴ്സ്. സോ ബെറ്റർ നിങ്ങളൊരു റേഞ്ചൊക്കെ ഓർത്തിരിക്കാൻ പറ്റുക നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻസ് വരാതിരിക്കാം. Now we are moving to plaque index. Okay, plaque index in the authors is Silness and Low. Okay, gingival index in the low and Silness ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്. പ്ലാക്കിൻ്റെ ഫസ്റ്റ് Silness and Low in 1964. Silness and Low. Okay, and it assesses the thickness of plaque at the cervical margin of the tooth closest to the gums. Okay, അത് cervical margin ഉള്ള plaque മാത്രമേ plaque index assess ചെയ്യുള്ളൂ. Plaque index by Silness and Low in the year 1964. ഓക്കെ, ഇവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സർഫസസ് എന്ന് പറയുന്നത് ഡിസ്റ്റൽ, മീസിയൽ, ലിംഗ്വൽ, ബക്കൽ. ഓക്കെ, നമുക്ക് ആക്ച്വലി ഫുൾ മൗത്തും ചെയ്യാം, ഇൻഡെക്സ് ടൂത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ എപ്പിഡമോളജിക് സർവേ ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദ ഇൻഡെക്സ് ടീത്ത്, അല്ലെങ്കിൽ നമുക്ക് ഫുൾ മൗത്തും ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ സ്കോർസ്. ഓക്കെ, 0, 1, 2, 3 ആണ്. 0 എന്ന് പറയുമ്പോൾ പ്ലാക്ക്, നോ പ്ലാക്ക്. 1 is like a film of plaque adhering to the free gingival margin, and adjacent the plaque may be seen in situ only after the application of a disclosing agent or by using a probe on the tooth surface. ആദ്യം ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് തിൻ ഫിലിം ഓഫ് പ്ലാക്ക് അഡ്ഹറിംഗ് ടു ദ ഫ്രീ ജിഞ്ചൈവൽ മാർജിൻ, അല്ലെങ്കിൽ പ്ലാക്ക് മേ ബി സീൻ in situ after the application of a disclosing solution or by using a probe on the tooth surface. നേരിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസിങ് ഏജൻറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ദെൻ ഇറ്റ് വിൽ ബി വിസിബിൾ. ഓക്കെ, അതാണ് ഫസ്റ്റ്. സെക്കൻഡ് വൺ ഇസ് ലൈക്ക് മോഡറേറ്റ് അക്യുമുലേഷൻ ഓഫ് സോഫ്റ്റ് ഡെപ്പോസിറ്റ്സ് അറൌണ്ട് ദ ജിഞ്ചൈവൽ പോക്കറ്റ്, ടൂത്ത് ആൻഡ് ജിഞ്ചൈവൽ മാർജിൻ വിച്ച് ക്യാൻ ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. അപ്പോൾ ശരിക്കും നമ്മൾ പ്ലാക്ക് ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്ക് നേക്കഡ് ഐ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് സ്കോർ വിൽ ഡെഫിനറ്റ്ലി വിൽ ബി 2. ഓക്കെ, നമ്മളെപ്പോഴും 1 എന്നുള്ളത് എപ്പോഴും നമ്മൾ ഇടാറുണ്ട്. സോ 1 നമുക്ക് നേക്കഡ് ഐയിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഡിസ്ക്ലോസിങ് ഏജൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരു പ്രോബ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഗെറ്റ് സം ഡെപ്പോസിറ്റ്സ്. ഓക്കെ, then 3 is like abundance of soft matter within the gingival pocket and or on the tooth and the gingival margin. ഓക്കെ, അതാണ് സിൽനസ് ആൻഡ് ലോൻ്റെ പ്ലാക്ക് ഇൻഡെക്സിൻ്റെ സ്കോറിംഗ് ക്രൈറ്റീരിയ. ഓക്കെ, സിൽനസ് ആൻഡ് ലോയിൽ 0 to 3 വരെയുള്ളൂ. നമുക്കിനി കാൽക്കുലേഷനിൽ പോവാം. ഓക്കെ, പ്ലാക്ക് ഇൻഡെക്സ് ഫോർ നമ്മുടെ ഏരിയ, അതായത് ടൂത്ത് സർഫസ് ഏരിയ 0 to 3 ആണ് ഓരോ സർഫസിനും. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. ഫോർ എ ടൂത്ത് ആണെങ്കിൽ ടോട്ടൽ സ്കോർസ് ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. ഗ്രൂപ്പ് ഓഫ് ടീത്ത് ആണെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽ ടീത്തിൻ്റെയും നമ്മൾ സ്കോർസ് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, പ്ലാക്ക് ഇൻഡെക്സ് ഫോർ ദ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡൈസസ് ഫോർ ഈച്ച് ഓഫ് ദ ടീത്ത് ആർ ആഡഡ് ആൻഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടീത്ത് എക്സാമിൻഡ്. ഓക്കെ, ദെൻ പ്ലാക്ക് ഇൻഡെക്സ് ഫോർ ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാ ഇൻഡൈസസും നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ, എത്ര ഇൻഡിവിജ്വൽസിനെ എക്സാമിൻ ചെയ്തു അതായിരിക്കും ഡിനോമിനേറ്റർ വരിക. സോ ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ഓക്കെ, ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ലൈക്ക് 0, 0.1 to 0.9, 1 to 1.9, 2 to 3. Excellent, good, fair, poor. Okay, ഇങ്ങനെയാണ് പ്ലാക്ക് ഇൻഡെക്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ആൻഡ് ദിസ് ഈസ് ഫോർ സിൽനസ് ആൻഡ് ലോ പ്ലാക്ക് ഇൻഡെക്സ് ഇൻ ദ ഇയർ 1964. Okay, then we are moving to Tarski-Gilmore-Glickman modification of Quegley-Heen plaque index. Okay, അപ്പോൾ ആദ്യം ക്യുഗ്ലി ആൻഡ് ഹീൻ in 1962 they have reported a plaque measurement that focused on gingival third of the tooth surface. Okay, this one was on the cervical, അതായത് cervical ഏരിയയിലുള്ള ഡെപ്പോസിറ്റ്സിനെയാണ് നമ്മുടെ സിൽനസ് ആൻഡ് ലോൻ്റെ പ്ലാക്ക് ഇൻഡെക്സ്. ഇവിടെ ജിഞ്ചൈവൽ തേർഡ് ഓഫ് ദ ടൂത്ത് സർഫസ്. ഓക്കെ, സോ ഹിയർ ഓൺലി ഫേഷ്യൽ സർഫസസ് ഓഫ് ദ ആൻറ്റീരിയർ ടീത്ത് വർ എക്സാമിൻഡ് യൂസിങ് ബേസിക് ഫ്യൂഷൻ മൗത്ത് വാഷ് ആസ് എ ഡിസ്ക്ലോസിങ് ഏജൻറ്റ്. അപ്പോൾ ഡിസ്ക്ലോസിങ് ഏജൻറ്റ് വെച്ചിട്ട് നമ്മൾ മൗത്തിൽ നമ്മൾ സ്വിഷ് ആൻഡ് സ്പിറ്റ് ചെയ്തിട്ട് ദെൻ വി ആർ അനലൈസിങ് ദ plaque deposits. Okay, so this Quegley-Heen plaque index, it was modified by Tarski-Gilmore and Glickman in 1970. Okay, adana Tarski-Gilmore-Glickman modification of plaque index. And what modifications he had made? പുള്ളി എന്ത് ചെയ്തു, അതായത് 5 സ്കോർ ആക്കി. ആൻഡ് ആ 5 എണ്ണത്തിനും അതായത് മൊത്തം ടൂത്ത് സർഫസിനകത്ത് പ്ലാക്ക് ഡെപ്പോസിറ്റ്സ് വന്നാൽ എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് പുള്ളിയുടെ മോഡിഫിക്കേഷൻ. ഓക്കെ, സോ ദീസ് ആർ ഹിസ് കാറ്റഗറീസ്. ഓഫ് 1 എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഫ്ലെക്സ് ഓഫ് പ്ലാക്ക് അറ്റ് ദ ജിഞ്ചൈവൽ മാർജിൻ ഓഫ് ദ ടൂത്ത്. ഓക്കെ, അതിന് മുന്നേ 0 ഉണ്ട്. 0 മീൻസ് നോ പ്ലാക്ക്. ഓക്കെ, 1 is like separate flecks of plaque on the cervical margin of the tooth. 2 is like thin continuous band of plaque that is up to 1 mm. 3 എന്ന് പറയുന്നത് പിക്ചർ നോക്കുമ്പോൾ ക്ലിയർ ആവൂട്ടോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ പിക്ചർ നോക്കിക്കൊണ്ടിരിക്കൂ. 3 എന്ന് പറയുമ്പോൾ ബാൻഡ് ഓഫ് പ്ലാക്ക് വൈഡർ ദാൻ 1 millimeter ബട്ട് കവറിംഗ് ലെസ് ദാൻ 1/3 ഓഫ് ദ ക്രൗൺ ഓഫ് ദ ടൂത്ത്. 4 എന്ന് പറയുമ്പോൾ പ്ലാക്ക് കവറിംഗ് അറ്റ്ലീസ്റ്റ് 1/3 ബട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദ ക്രൗൺ ഓഫ് ദ ടൂത്ത്. ആൻഡ് 5th എന്ന് പറയുന്നത് മോർ ദാൻ 2/3. സോ ഇതാണ് Quegley-Heen's which was modified by Tarski-Gilmore and Glickman.
Okay, and plaque is assessed on labial, buccal and lingual surfaces of all the teeth after using a disclosing agent. അപ്പം ഇവിടെ ലേബിയലും ഇതേപോലെ തന്നെ നമ്മൾ ബക്കലിലും അനലൈസ് ചെയ്യണം, ലിംഗ്വലിലും അനലൈസ് ചെയ്യണം. ഓക്കെ, ദ സ്കോർസ് ഓഫ് ജിഞ്ചൈവൽ 1/3 വാസ് ഓൾസോ റീഡിഫൈൻഡ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് മെത്തേഡ് ഫോർ ഇവാലുവേറ്റിംഗ് ആൻറ്റി പ്ലാക്ക് പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ടൂത്ത് ബ്രഷിംഗ്, ഫ്ലോസിങ്. അപ്പം ഈ ഒരു നമ്മളെന്തെങ്കിലും ഏജൻസിൻ്റെ എഫിക്കസി നോക്കാനാണെങ്കിൽ, അതായത് പ്ലാക്കിന് വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാനാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് ആണ് ആപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ലേബിയലും നോക്കുന്നുണ്ട്, ലിംഗ്വലും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും പ്ലാക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ആൻഡ് ദ ഇൻഡെക്സ് ഇസ് ബേസ്ഡ് ഓൺ എ ന്യൂമറിക്കൽ സ്കോർ ഓഫ് 0 to 5. സോ ദാറ്റ് ഈസ് അബൌട്ട് പ്ലാക്ക് ഇൻഡെക്സ്. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടാണ് പഠിച്ചത്. പ്ലാക്ക് ഇൻഡെക്സിനകത്ത് സിൽനസ് ആൻഡ് ലോസ് പ്ലാക്ക് ഇൻഡെക്സും പിന്നെ ടെറസ്കി, ഗിൽമോർ ആൻഡ് ഗ്ലിക്മാൻസ് മോഡിഫിക്കേഷൻ ഓഫ് ക്യുഗ്ലി ഹിൻ പ്ലാക്ക് ഇൻഡെക്സും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു ജിഞ്ചൈവൽ ഇൻഡെക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഓൾ ദീസ് കംസ് അണ്ടർ പെരിഡോണ്ടൽ ഇൻഡൈസസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓറൽ ഹൈജീനും ജിഞ്ചൈവൽ ഇൻഡെക്സിനും പെരിഡോണ്ടൽ ഇൻഡെക്സിനും ജസ്റ്റ് സബ് കാറ്റഗറീസ് ആക്കിയെന്നേ ഉള്ളൂ. ഇതെല്ലാം പെരിഡോണ്ടൈൽ ഇൻഡൈസസിൽ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, സോ ജിഞ്ചൈവൽ ഇൻഡെക്സ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ലോ ആൻഡ് സിൽനസ്. ഓക്കെ, ഇൻ 1963. Okay, then one of the most widely accepted and used gingival indices. It assesses the severity of gingivitis and its location in 4 possible areas. Okay, അപ്പം ഏതൊക്കെയാണ് 4 possible areas? The 4 possible areas are mesial, lingual, distal and facial. Okay, and only qualitative changes are assessed. Here we are not measuring any kind of quantity. നമ്മൾ എമൗണ്ട് ഒന്നും മെഷർ ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ്. സോ മെത്തേഡ്, നമുക്ക് ജസ്റ്റ് മെത്തേഡ് ഒന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. നമ്മൾ സർഫസസ് ഓഫ് ദ സെലക്ടഡ് ടീത്ത്, സെലക്ടഡ് സർഫസസ് ഓഫ് ഓൾ ദ ടീത്ത് ആർ സ്കോർഡ്. ഇവിടെയും നമുക്ക് എല്ലാ ടീത്തും എടുക്കാം, അല്ലെങ്കിൽ ഇൻഡെക്സ് ടീത്ത് മാത്രമായിട്ടും എടുക്കാം. സോ ജിഞ്ചൈവൽ ഇൻഡെക്സിലുള്ള ഇൻഡെക്സ് ടീത്ത് തന്നെയാണ് നമ്മുടെ സിൽനസ് ആൻഡ് ലോ പ്ലാക്ക് ഇൻഡെക്സിനകത്തുള്ള ഇൻഡെക്സ് ടീത്തും. ബോത്ത് ആർ സെയിം. സോ വാട്ട് ആർ ദ ഇൻഡെക്സ് ടീത്ത്? 1, 6, 1, 2, 2, 4, 3, 6, 3, 2, 4, 4. അതാണ് നമ്മുടെ ഇൻഡെക്സ് ടീത്ത്. ഓക്കെ, അതായത് 1, 6, 1, 2, 2, 4, 3, 6, 3, 2, 4, 4. ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ ടീത്ത് ആൻഡ് ജിഞ്ചൈവ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യും. ഓക്കെ, ദെൻ ടിഷ്യൂസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4 ജിഞ്ചൈവൽ സ്കോറിംഗ് യൂണിറ്റ്സ്. അതായത് നമ്മൾ ലേബിയൽ, അതായത് ഫേഷ്യൽ ആസ്പെക്റ്റിൽ തന്നെ ഡിസ്റ്റോ ഫേഷ്യൽ ആസ്പെക്റ്റും ഫേഷ്യൽ മാർജിനും മീസിയോ ഫേഷ്യലായിട്ടും സ്കോർ ചെയ്യും. അതായത് ലേബിയൽ ആസ്പെക്റ്റിന് മീസിയലും ഡിസ്റ്റലും പിന്നെ ഫേഷ്യൽ മാർജിൻ അവിടെ തന്നെ 3 കാറ്റഗറീസ് ആക്കും. ആൻഡ് ദെൻ ദ എൻറ്റയർ ലിംഗ്വൽ മാർജിൻ. ഓക്കെ, ദെൻ വാട്ട് വി ആർ ചെക്കിങ്? നമ്മൾ ജസ്റ്റ് ബ്ലീഡിങ്ങിൻ്റെ presence or absence ആണ് നോക്കുന്നത്. സോ that is like quality. It is a qualitative variable, right? Okay, അപ്പം a blunt periodontal probe is used to assess the bleeding potential of the tissues. Okay, so ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിക്കുക. Okay, and if it is 0, there is no inflammation. If it is 1, mild inflammation and slight change in the color, slight edema and no bleeding on probing. Okay, and if it is 2, നമുക്ക് 2 ആണ്. എന്താണ് 2ൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയാണ് വരുന്നത്? ദർ ഇസ് മോഡറേറ്റ് ഇൻഫ്ലമേഷൻ, മോഡറേറ്റ് ഗ്ലേസിംഗ്, റെഡ്നസ്, എഡിമ, ഹൈപ്പർട്രോഫി ആൻഡ് ബ്ലീഡിംഗ് ഓൺ പ്രോബിംഗ്. 3 ആണെങ്കിൽ ദർ ഇസ് സിവിയർ ഇൻഫ്ലമേഷൻ, അത് മാർക്കഡ് റെഡ്നസ് ആയിരിക്കും, ഹൈപ്പർട്രോഫി, അൾസറേഷൻസ് എല്ലാം ഉണ്ടാവും. ആൻഡ് വി ഹാവ് സ്പോണ്ടേനിയസ് ബ്ലീഡിംഗ് ആയിരിക്കും 3rd കാറ്റഗറിയിൽ വരിക. സോ നമ്മൾ ഇങ്ങനെയാണ് ജിഞ്ചൈവൽ ഇൻഡെക്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുൾ മൗത്തും ചെയ്യാം, ഇൻഡെക്സ് ടീത്തിലും ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്കിനി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. ഇങ്ങനെ നമ്മൾ സ്കോർസ് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക. ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ ടൂത്ത് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർഫസസ്. നമുക്ക് മൊത്തമാണെങ്കിൽ നേരത്തെ പ്ലാക്ക് ഇൻഡെക്സിൽ പറഞ്ഞ പോലെ തന്നെ മൊത്തം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർഫസസ് എക്സാമിൻ ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഓരോ സർഫസസും ചെയ്തിട്ട് നമ്പർ ഓഫ് എത്ര ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ് അങ്ങനെയും നമുക്ക് അതിൻ്റെ സ്കോർസ് കാണാം. ഓക്കെ, സെയിം ആസ് ഐ ഹവ് ടോൾഡ് ഇൻ പ്ലാക്ക് ഇൻഡെക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അപ്പം നമുക്ക് സ്കോർസ് ഇൻ ബിറ്റ്വീൻ, ഇഫ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 0 to 0.1 ദെൻ ഇറ്റ് വിൽ ബി മൈൽഡ്, 1 to 2 ആണെങ്കിൽ മോഡറേറ്റ് ആൻഡ് 2 to 3 ആണെങ്കിൽ സിവിയർ ജിഞ്ചൈവൈറ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ദർ ഇസ് എ മോഡിഫൈഡ് ജിഞ്ചൈവൽ ഇൻഡെക്സ്. ഇതിൻ്റെ ജസ്റ്റ് ഓത്തേഴ്സിൻ്റെ പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ഇറ്റ് ഇസ് ഡെവലപ്ഡ് ബൈ ലോബിൻ, വെതർഫോർഡ്, റോസ്, ലാം, Menaker in 1986. Okay, it assessed the prevalence and severity of gingivitis and it is strictly a non-invasive approach. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, which is a non-invasive indices used in gingivitis or something like that. It is like modified gingival index. Okay, ഇവിടെ നമ്മൾ just visual examination മാത്രമേ ഉള്ളൂ without any probing. So later before what you have learned is gingival index. No, so it is an invasive procedure because we are checking the spontaneity of bleeding through probing. So it is an invasive, and the non-invasive gingival index is modified gingival index developed by Lobin and co-authors, okay, in 1986. Okay,
So next, one more gingival index we have to learn, that is papillary marginal attachment index, otherwise known as PMA index. Okay, ഇതിൻ്റെ ഓതേഴ്സിൻ്റെ പേരും ചോദിക്കാറുണ്ട്, ഇയറും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. So it is developed by Mori, Masler and Shore in the year 1944 and 1947. Okay. So, ഈ papillary marginal attachment index-നകത്ത് gingival unit was divided into 3 component parts. Okay, papillary gingiva, marginal gingiva and attached gingiva. So, you know what is papillary, what is marginal and what is attached. അപ്പം ഈ 3 ഭാഗത്തെയും നമ്മൾ gingivitis-ൻ്റെ presence ഉണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. Okay, so facial surface of the gingiva around the tooth was divided into 3 gingival unit, that is I told before. Then teeth selected either the entire dentition or mandibular anteriors. Because why mandibular anteriors? അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ റെഡ്നെസ് ഒക്കെ കൂടുതൽ കാണുക. അപ്പം നമുക്ക് ഒന്നല്ലെങ്കിൽ ഫുൾ ടീത്ത് എടുക്കാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് മാൻഡിബുലർ ആൻറ്റീരിയേഴ്സ് എടുക്കാം. ആൻഡ് വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് വി ആർ യൂസിങ്? ഷുഡ് ബി പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടാവണം, ആൻഡ് വി ഷുഡ് ഹാവ് എ മൗത്ത് മിറർ, എക്സ്പ്ലോറർ ആൻഡ് എ ബോൾ ബർണിഷർ. ഓക്കെ, ബോൾ ബർണിഷർ ഈസ് ടു ടെസ്റ്റ് എഡിമ ഇൻ ദ സിവിയർ കേസസ്. സോ അതാണ് പാപ്പിലറി മാർജിനൽ അറ്റാച്ച്മെൻറ്റ് ഇൻഡെക്സ്. ഞാൻ അതിൻ്റെ സ്കോറിങ്ങിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. സോ ഇത് 3 യൂണിറ്റ്സിലും 3 ഭാഗത്ത്, അതായത് പാപ്പിലറി മാർജിനൽ അറ്റാച്ച് ജിഞ്ചൈവയിൽ നമ്മൾ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ജിഞ്ചവൈറ്റിസിൻ്റെ പ്രസൻസോ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ പാപ്പിലറിക്കും 0 to 5 വരെ സ്കോറിംഗ് കോമ്പണൻസ് ഉണ്ട്, മാർജിനലിനും 0 to 5 ഉണ്ട്, അറ്റാച്ച്ഡിനും 0 to 5 ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻഡെക്സ് ടോട്ടൽ നമുക്ക് കിട്ടുന്നത് പാപ്പിലറിയുടെ സ്കോർ പ്ലസ് മാർജിനലിൻ്റെ സ്കോർ പ്ലസ് അറ്റാച്ച്ഡിൻ്റെ സ്കോറാണ്. അങ്ങനെ 3ൻ്റെയും കൂടെ സ്കോർ ചെയ്തിട്ടാണ് നമുക്ക് പാപ്പിലറി മാർജിനൽ അറ്റാച്ച്ഡ് PMA ഇൻഡെക്സിനകത്തുള്ള ഫൈനൽ സ്കോർ കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് PMA ഇൻഡെക്സ്. നമുക്കിത് മൊത്തമായിട്ട് ആഡ് ചെയ്തിട്ട് ഓരോ പേഴ്സണിനുള്ള സ്കോർ കണ്ടുപിടിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ക്വൈറ്റ് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ വി യൂഷ്വലി ഗോ ഫോർ ജിഞ്ചൈവൽ ഇൻഡെക്സ്, അതായത് ലോ ആൻഡ് സിൽനസ് ജിഞ്ചൈവൽ ഇൻഡെക്സിലാണ് നമ്മൾ യൂഷ്വലി കൂടുതലായിട്ടും നമ്മൾ ചെയ്യാറ്, കാരണം അത് അത്ര ടൈം കൺസ്യൂമിംഗ് അല്ല. ഓക്കെ, ആൻഡ് ദാറ്റ് ഇൻഡെക്സ് ഹാസ് ഗോട്ട് ഗുഡ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ആൻഡ് ഈസ് ഓഫ് യൂസ്, ദ സിൽനസ് ആൻഡ് ലോ ജിഞ്ചൈവൽ ഇൻഡെക്സ് compared to PMA. Okay. So next we are moving to periodontal index. Okay, this is very important. Even though this is obsolete now, still Russell's periodontal index is very, very important. Okay, so it was developed by Russell AL in 1956. Okay, orthochol. Okay, and it was once widely used in epidemiological surveys but not used much now because of introduction of new periodontal indices and refinement of criteria. Okay, ഞാൻ പറഞ്ഞത് ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല, it is obsolete now, but it is very important. Okay, it is reported to be useful among large populations, but it is of limited use for individuals or small groups. Okay, so here all teeth are examined in this index. Okay, എല്ലാ ടീത്തും നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. Okay, and Russell's chose the scoring values as 0, 1, 2, 6, 8. Okay, നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 3 എന്ന് പറയുന്ന സ്കോർ ഇല്ല. ഓക്കെ, 4 is there, but 4 has got a particular condition under. Okay, and there is no 7 also. Okay, so ഈ scores മാത്രമേ ഉള്ളൂ റസൽസിൻ്റെ പെരിഡോണ്ടൽ ഇൻഡെക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ റസൽസ് റൂൾ? വെൻ ഇൻ ഡൗട്ട് അസൈൻ ലോവർ സ്കോർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റസൽസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ യു ആർ ഇൻ ഡൗട്ട് യു ഹാവ് ടു അസൈൻ ദ ലോവർ സ്കോർ. സോ ഇതാണ് റസൽസിൻ്റെ സ്കോറിംഗ് ക്രൈറ്റീരിയ. ഓക്കെ, നമ്മൾ ഇത് നിങ്ങളുടെ എല്ലാ ബുക്കിലും ഉണ്ട്, ടെക്സ്റ്റ് സൂബൻ പീറ്ററിൽ എല്ലാത്തിലും ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാം, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടും ഉണ്ടാവും. അപ്പം ഫസ്റ്റ് വൺ ഇസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലിനിക്കൽ ഫൈൻഡിങ്സും ഉണ്ട്, റേഡിയോഗ്രാഫിക് ഫൈൻഡിങ്സും വെച്ചിട്ടാണ് സ്കോർ പറയുന്നത്. ഓക്കെ, സോ നെഗറ്റീവ് മീൻസ് ദർ ഇസ് നോ ഇൻഫ്ലമേഷൻ ഇൻ ദി ഇൻവെസ്റ്റിംഗ് ടിഷ്യൂസ് ഓർ നോ ലോസ് ഓഫ് എനി ഫംഗ്ഷൻ ഡ്യൂ ടു സപ്പോർട്ടിങ്, അതായത് നോർമൽ ആണ്. 1 is mild gingivitis, 2 is gingivitis, and 3 there is no 3. Okay, remember. And what is 4? It is used only when radiographs are available. Okay, അപ്പം 4th എന്ന് പറയുന്നത് അതാണ്. അപ്പം റേഡിയോഗ്രാഫ് ഉണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എ ഏർലി നോച്ച് ലൈക്ക് റിസോപ്ഷൻ ഇൻ ദ ആൽവിയോള ക്രസ്റ്റ്, ഒരു ബോൺ റിസോപ്ഷൻ, ഒരു നോച്ച് ലൈക്ക് റിസോപ്ഷൻ ഉണ്ടെങ്കിൽ ദെൻ വി ക്യാൻ, ഇഫ് യു ഹാവ് എ റേഡിയോഗ്രാഫ് with the patient, then we can give the score as 4 in Russell's periodontal index. Okay, 0 normal ആണ്, 1 is mild, 2 is gingivitis. Then comes 5 is not there, then we are moving to 6. Okay,
സോ 6 എന്ന് പറയുന്നത് ജിഞ്ചിവൈറ്റിസ് വിത്ത് പോക്കറ്റ് ഫോർമേഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഹാസ് ഗോട്ട് 6 and 8 ഹാസ് ഗോട്ട് both radiographic as well as clinical findings. Okay, so gingivitis with pocket formation എന്ന് പറയുമ്പോൾ the epithelial attachment is broken and there is a pocket. Okay, there is no interference with normal masticatory function and the tooth is firm in its socket and it has not drifted. Okay, pocket formation ഉണ്ട്, ടൂത്ത് പക്ഷെ ഫേം ആണ് സോക്കറ്റിൽ ആൻഡ് ഡ്രിഫ്റ്റിംഗ് ഒന്നുമില്ല, മാസ്റ്റിക്കേറ്ററി ഫങ്ഷനും നോർമൽ ആണ്. അതാണ് gingivitis with pocket formation. Okay, and in radiograph what are the findings we can see? There is horizontal bone loss involving the entire alveolar crest. Okay, there is horizontal bone loss ഉണ്ടായിരിക്കും. And നമുക്ക് അടുത്ത കാറ്റഗറി ഈസ് 8 ആണ്. 8 ഇസ് ലൈക്ക് അഡ്വാൻസ്ഡ് ഡിസ്ട്രക്ഷൻ ആണ്. ടൂത്ത് എല്ലാം ഭയങ്കര ലൂസ് ആയിരിക്കും, ദേ മേ ഹാവ് ഡ്രിഫ്റ്റഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് മേ സൗണ്ട് ഡൾ ഓൺ പെർക്കഷൻ വിത്ത് എ മെറ്റാലിക് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ആൻഡ് ഭയങ്കര മൊബിലിറ്റി ആയത് കാരണം ഇറ്റ് മേ ബി ഡിപ്രസിബിൾ ഇൻ ഇറ്റ് സോക്കറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫൈൻഡിങ് ആണ്. നമുക്ക് തന്നെ കാണാം, ആടി കളിക്കുന്ന പല്ലൊക്കെ കണ്ടിട്ടില്ലേ. സോ ദാറ്റ് വിൽ ഡയറക്ട്ലി ഗോ ഇൻ ടു ദ കാറ്റഗറി 8. ഓക്കെ, ആൻഡ് വെൻ വി ചെക്ക് ഫോർ ദ റേഡിയോഗ്രാഫ് ദർ ഈസ് അഡ്വാൻസ്ഡ് ബോൺ ലോസ്, മോർ ദാൻ ഹാഫ് ഓഫ് ദ ടൂത്ത് റൂട്ട് ഓർ ഡെഫിനിറ്റ് ഇൻട്രാബോണി പോക്കറ്റ് with a widening of the periodontal ligament. Okay, and there may be root resorption or rare faction of the apex. അതായത് മൊത്തത്തിൽ പല്ലങ്ങ് പോയി എന്നുള്ള അവസ്ഥ, ഒരു തട്ട് തട്ടിയാൽ ചിലപ്പോൾ അത് വീഴും. അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ 8 അങ്ങ് കൊടുക്കും. ഓക്കെ, സോ സ്കോറിംഗ് ക്രൈറ്റീരിയ ഓർത്ത് വയ്ക്കുക, റസൽസ് റൂൾ ഓർത്ത് വയ്ക്കുക ആൻഡ് റസൽസ് ഇൻഡെക്സ് വെൻ ഇറ്റ് വാസ് ഡെവലപ്ഡ് ആൻഡ് വാട്ട് ഇസ് എ പർപ്പസ് ഓഫ് റസൽസ് ഇൻഡെക്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് കാൽക്കുലേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ, സോ ക്ലിനിക്കൽ കണ്ടീഷൻ ആണ്. ക്ലിനിക്കലി നോർമൽ സപ്പോർട്ടീവ് ടിഷ്യൂ ആണെങ്കിൽ നമ്മൾ ഇത് മൊത്തം സ്കോർസ് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് എക്സാമിൻഡ് ആണ് നമ്മൾ നമ്മുടെ ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് റസൽസ് ഇൻഡെക്സ്. ഓക്കെ, സോ കാൽക്കുലേഷൻ ഇൻ്റർപ്രിട്ടേഷൻ ഇസ് ലൈക്ക് ക്ലിനിക്കലി നോർമൽ സപ്പോർട്ടീവ് ടിഷ്യൂ ആണെങ്കിൽ 0 to 0.2, 0.3 to 0.9 ആണ് സിമ്പിൾ ജിഞ്ചിവൈറ്റിസ്. ഓക്കെ, then beginning of destructive periodontal disease ആണെങ്കിൽ 1 to 1.9. okay, if there is established periodontal disease ആണെങ്കിൽ 2 to 4.9, terminal disease ആണെങ്കിൽ 5 to 8. അപ്പം നമുക്ക് ഒത്തിരി സ്കോർസ് ഉണ്ടാവും, ഓരോ ടീത്തിനും ചിലപ്പോൾ 6, 8 അങ്ങനെ ഒത്തിരി സ്കോർസ് ഉണ്ടാവും. ആ സ്കോർസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു, നമുക്ക് ഈ നമ്പർ ഓഫ് ടീത്ത് എത്രയാണോ, എത്ര ടീത്ത് ഉണ്ടോ, നമ്മൾ പ്രസൻ്റ് ആയ ടീത്തിനെയാണല്ലോ നമ്മൾ എക്സാമിൻ ചെയ്യുക. സോ നമ്പർ ഓഫ് ടീത്ത് പ്രസൻറ്റ് ഓർ നമ്പർ ഓഫ് ടീത്ത് എക്സാമിൻ, അതാണ് പെരിഡോണ്ടൽ ഇൻഡെക്സ് പെർ പേഴ്സണിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ക്ലിയർ? സോ നൗ വി ആർ മൂവിങ് ടു പെരിഡോണ്ടൽ ഡിസീസ് ഇൻഡെക്സ്. സോ നമ്മൾ നേരത്തെ പഠിച്ചത് ഇറ്റ് ഇസ് പെരിഡോണ്ടൽ ഇൻഡെക്സ് ആണ്. ഓക്കെ, PI, now it is like PDI. Okay, confused ആവരുതേ. പെരിഡോണ്ടൽ ഡിസീസ് ഇൻഡെക്സ് ഇസ് ബൈ Ramford. Okay, Sigurd P. Ramford, otherwise known as Ramford's index എന്നും പറയും, in the year 1959. Okay, so Russell's periodontal index, Ramford's periodontal index എന്നും പറയാറുണ്ട്. Okay, and it is concerned primarily with the accurate assessment of periodontal status of individuals. Okay, and we are recording the attachment level of periodontal tissues relative to the CEJ is emphasized. അപ്പം ഇവിടെ സിമെൻറ്റോ ഇനാമൽ ജംഗ്ഷനും അറ്റാച്ച്മെൻറ്റ് ഓഫ് പെരിഡോണ്ടൽ ടിഷ്യൂസ് ഇൻ റിലേഷൻ ടു സിമെൻറ്റോ ഇനാമൽ ജംഗ്ഷനുമാണ് he has emphasized. Okay, so that is PDI, periodontal disease index, otherwise known as Ramford index, in the year 1959. Okay, so what are the components of PDI? It has got a plaque component, calculus component, gingival and periodontal component. Okay, so very important, നമുക്ക് 3 സംഭവങ്ങളും PDI assess ചെയ്യണം. We have to assess for plaque, we have to assess for calculus and we have to assess for gingival and periodontal component. So അതാണ് ഇതിനെ ബാക്കി എല്ലാ ഇൻഡൈസസ് നിന്നും നമ്മൾ ഡിഫറെൻ്റ് ആക്കുന്നത്. Okay, and the index teeth are 16, 21, 24, 44, 42 and 36. And the most importantly, we are using a Michigan O probe in this index. Okay, നമ്മൾ റസൽസ് പെരിഡോണ്ടൽ ഇൻഡെക്സിനകത്ത് നമ്മൾ ഏത് പ്രോബാണ് യൂസ് ചെയ്തിരുന്നത്? നമ്മൾ ജസ്റ്റ് അവിടെ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വി ജസ്റ്റ് വാണ്ട് എ മൗത്ത് മിറർ ആൻഡ് എ പ്ലെയിൻ പ്രോബ്. ഓക്കെ, ബട്ട് ഇൻ PDI വി ഹാവ് ടു യൂസ് മിഷിഗൻ O probe. ഓക്കെ, സോ കാൽക്കുലേഷൻ ഇസ് ബൈ, അതായത് ഇൻഡിവിജ്വലിനാണ് PDI ഈക്വൽ ടു നമ്മൾ കാൽക്കുലസ് കമ്പോണൻറ്റ് സെപ്പറേറ്റ്ലി ആഡ് ചെയ്യണം, ജിഞ്ചൈവൽ കമ്പോണൻറ്റ് ആൻഡ് നമ്മുടെ പ്ലാക്ക് കമ്പോണൻറ്റ് ആഡ് ചെയ്യണം ആൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് എക്സാമിൻഡ്. ഓക്കെ, so it is a group is obtained by totaling the individual PDI scores and dividing the number of people exam. That for a group ആണ്. And the average PDI score ranges from 0 to 6.
ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ PDI സ്കോഴ്സ്. ഇപ്പോൾ ഏറ്റവും ഓർമ്മിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന് ഒരു പ്ലാക്ക് കമ്പോണൻറ്റും ഉണ്ട്, കാൽക്കുലസ് കമ്പോണൻറ്റും ഉണ്ട്, ജിഞ്ചൈവൽ കോമ്പോണൻറ്റും ഉണ്ട്. ആൻഡ് എവറിത്തിങ്, അതായത് പ്ലാക്കിനും ജിഞ്ചൈവലിനും നമ്മുടെ ഈ കാൽക്കുലസിനും സെപ്പറേറ്റ് സ്കോറിംഗ് ക്രൈറ്റീരിയാസും ഉണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിൻ്റെയും ഓരോ കോമ്പോണൻറ്റിൻ്റെയും നമ്മൾ സ്കോർ കാണണം. ആൻഡ് ദെൻ വി ഹാവ് ടു ആഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് എക്സാമിൻഡ്. ഓക്കെ, so now we are going to Community Periodontal Index of Treatment Needs, otherwise CPITN. Okay, അപ്പോൾ CPITN was developed by the Joint Working Committee of WHO and FDI in the year 1982. Okay, അപ്പം ഇത് ഓർത്തിരിക്കണം. ചിലപ്പോൾ ഓപ്ഷൻസിൽ ഓത്തേഴ്സിൻ്റെ പേരുണ്ടാവില്ല. WHO ആൻഡ് FDI എന്നായിരിക്കും CPITNൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഹൂ ഡെവലപ്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ ചിലപ്പോൾ ഓത്തേഴ്സ് ഉണ്ടാവില്ല, പക്ഷേ WHO ആൻഡ് FDI ഉണ്ടാവും. So you have to choose WHO and FDI. Okay, and it was developed by Jekka Enamo, David Brahms and George Bigeri. Okay, few more authors are there, but at least you remember Jekka Enamo and David Brahms. Okay, and it was developed primarily to survey and evaluate the periodontal treatment needs. Okay, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പെരിഡോണ്ടൈറ്റിസിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജസും അതിൻ്റെ കോമ്പണൻസും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. Now we have to assess for the treatment needs. Okay, rather than determining the past and the present periodontal status. Okay, so that is how this index is different from the others. Here we are more giving importance to the periodontal treatment needs. Okay, so what is that? Recession of gingival margin and the alveolar bone, and what are the treatments which has to be given for such patients who having such kind of periodontal diseases. അതാണ് നമ്മൾ ഇവിടെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ CPITNൽ നമ്മൾ ഇൻഡെക്സ്ഡ് ടീത്ത് ആണ് വിച്ച് വാസ് റെക്കമെൻഡഡ് ബൈ WHO ഫോർ എപ്പിഡമോളജിക്കൽ സർവേസ്. ഓക്കെ, സോ ഫോർ അഡൾട്ട് ഏജ് ഗ്രേറ്റർ ദാൻ 20 years. ഓക്കെ, 20 വയസ്സിന് മുകളിലുള്ള അഡൽസിനകത്ത് 10 ഇൻഡെക്സ് ടീത്ത് ആണ് നമ്മൾ WHO പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വി ഷുഡ് റെക്കോർഡ് ദിസ് 10 ഇൻഡെക്സ് ടീത്ത്. സോ ദീസ് ടീത്ത് ആർ 1716, 1126, 37, 47, 46, 31, 36, 37. ഓക്കെ, ഇതാണ് WHO പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് ടീത്ത് ഫോർ ദ അഡൽട്സ് ഏജ്ഡ് ഗ്രേറ്റർ ദാൻ 20 years. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മോളാസ്, അതായത് എല്ലാ മോളാസും പെയർസ് ആയിട്ടാണ് എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ആർ ടേക്കിംഗ് ദോസ് മോളാർ വിത്ത് ദ വേർസ്റ്റ് സ്കോർ. ഓക്കെ, ഇപ്പോൾ 1716 പെയർ ആണ്, 2627 പെയർ ആണ്, 4746 ഒരു പെയർ ആണ്, 3637 ഒരു പെയർ ആണ്. ഓക്കെ, സോ വി ആർ എക്സാമിനിങ് ദീസ് ടീത്ത് ആസ് പെയർസ് ആൻഡ് ദ വേർസ്റ്റ് സ്കോർ വിൽ ബി ടേക്കൺ. only one score which has got the highest number ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെസ് ദാൻ 19 ഇയേഴ്സിനകത്ത് നമ്മൾ സെക്കൻഡ് മോളാസിനെ എക്സ്ക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ടീത്തേ ഉള്ളൂ. സോ 1611, 2646, 3136. സോ വി ഹാവ് ഓൺലി 6 teeth. സെക്കൻഡ് മോളാസ് ആർ എക്സ്ക്ലൂഡഡ് ബിക്കോസ് ഓഫ് ദ ഹൈ ഫ്രീക്വൻസി ഓഫ് ഫാൾസ് പോക്കറ്റ്സ്. അത് കാരണം നമ്മൾ സെക്കൻഡ് മോളാസിനെ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. അതായത് അവർക്ക് ഡെവലപ്പിംഗ് സ്റ്റേജോ അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാകുമ്പോൾ നമുക്ക് ഫാൾസ് പോക്കറ്റ്സിനുള്ള ചാൻസസ് കൂടുതലാണ്. ദാറ്റ് നീഡ് നോട്ട് ബി ഡ്യൂ ടു പെരിഡോണ്ടൈറ്റിസ്. സോ ഇവിടെ 6 ടീത്തേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ 20 years above and for 20 years below. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ CPITNലാണ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് WHO പ്രോബ് അല്ലെങ്കിൽ CPITN പ്രോബ് അല്ലെങ്കിൽ WHO പെരിഡോണ്ടൽ എക്സാമിനേഷൻ പ്രോബ്. ഓക്കെ, ഈ പ്രോബിനെ പറ്റി എന്ത് ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, സോ ഈ പ്രോബ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോളൂ. 2 കാറ്റഗറീസ് ഉണ്ട് CPITN പ്രോബ്. വൺ ഈസ് യൂസ് ഫോർ എപ്പിഡമോളജിക് സർവേ, ദാറ്റ് ഈസ് CPITN E എന്ന് പറയും, ആൻഡ് CPITN C എന്ന് പറയും, ദാറ്റ് ഈസ് ഫോർ ക്ലിനിക്കൽ സർവേ. ഓക്കെ, സോ എപ്പിഡമോളജിക് സർവേയിനകത്ത് CPITN E എന്ന് പറയുന്ന പ്രോബിന് ആദ്യം തന്നെ ബോൾ യു ക്യാൻ സീ ദാറ്റ് ഈസ് ഓഫ് 0.5 millimeter. ഫസ്റ്റ് പിക്ചർ CPITN എപ്പിഡമോളജിക് സർവേനകത്ത് 2 മാർക്കിങ്സേ ഉണ്ടാവുള്ളൂ. സോ ബോൾ കഴിഞ്ഞിട്ട് 3.5 mm ഒരു മാർക്കിങ്ങും 5.5 mm ഒരു മാർക്കിങ്ങും. സെക്കൻഡ് പിക്ചർ നോക്കൂ. സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് 5.5 mm കഴിഞ്ഞിട്ടും 2 മാർക്കിങ്സ് കാണാം, 8.5ഉം 11.5ഉം. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്ലിനിക്കൽ പ്രോബ്. ഓക്കെ, അപ്പം എപ്പിഡമോളജിക് പ്രോബിന് 2 മാർക്കിങ്ങും ക്ലിനിക്കൽ പ്രോബിന് 4 മാർക്കിങ്സും ആണുള്ളത്. ഓക്കെ, സോ ഈ ബ്ലാക്ക് ബാൻഡ് എന്ന് പറയുന്നത് 3.5 to 5.5 mm ഇടയിലുള്ളതാണ് നമ്മുടെ ബ്ലാക്ക് ബാൻഡ്. ഓക്കെ, സോ അപ്പോൾ പ്രോബിൻ്റെ പാർട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സോ ദിസ് പ്രോബ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ WHO. ഓക്കെ, പിന്നെ നമ്മൾ ലെസ് ദാൻ 15 years ആയിട്ടുള്ള ചിൽഡ്രനിൽ നമ്മൾ പോക്കറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ദിസ് പ്രോബിംഗ് ഈസ് ജസ്റ്റ് ടു ഐഡൻറ്റിഫൈ കാൽക്കുലസ്
ആൻഡ് ഫോർ ബ്ലീഡിങ്. ഓക്കെ, അത് നമ്മൾ റുട്ടീനായിട്ട് ചെക്കപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 15 വയസ്സിൽ താഴെയുള്ള പിള്ളേരിൽ ഇതിൻ്റെ പർപ്പസ്, അല്ലാണ്ട് നമ്മൾ പോക്കറ്റ്സ് അല്ല നോക്കുന്നത്. ഓക്കെ, സോ CPI-TN probe was first described by WHO and it is designed for 2 purposes. First, നമ്മുടെ മെഷർമെൻറ്റ് ഓഫ് പോക്കറ്റ്സും ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് സബ്ജിഞ്ചൈവൽ കാൽക്കുലസും. ഓക്കെ, സോ ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 20 grams. ഓക്കെ, ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് 5 grams ആണ്. ബോളിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് 0.5 mm ഇൻ ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആ പാർട്സ് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സോ നമുക്ക് കറസ്പോണ്ടിങ് കോഡ്സും ട്രീറ്റ്മെൻറ്റ് നീഡ്സും നോക്കാം. 0 മുതൽ 4 വരെ കോഡ്സ് ഉണ്ട്. 0 മീൻസ് ഹെൽത്തി പെരിഡോൺഷ്യം, TN 0 അതായത് ട്രീറ്റ്മെൻറ്റ് 0, നോ നീഡ് ഫോർ ട്രീറ്റ്മെൻറ്റ്. 1 എന്ന് പറയുകയാണെങ്കിൽ ബ്ലീഡിംഗ് ഒബ്സർവ് ഡ്യൂറിംഗ് ഓർ ആഫ്റ്റർ പ്രോബിംഗ്, സോ ട്രീറ്റ്മെൻറ്റ് ഇസ് 1 ആൻഡ് സെൽഫ് കെയർ ഇസ് റിക്വയർഡ്. 2 is like calculus or other plaque retentive factors present or seen or felt during probing, so TN 2 അതിന് നമുക്ക് പ്രൊഫഷണൽ കെയർ കൊടുക്കണം. സോ വി ഹാവ് ടു റിമൂവ് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസിങ് plaque or calculus retention. അതാണ് നമ്മുടെ 2. ഓക്കെ, ദെൻ 3 ഈസ് ലൈക്ക് പെത്തോളജിക്കൽ പോക്കറ്റ് ഓഫ് 4 to 5 mm. ഓക്കെ, അത് ജിഞ്ചൈവൽ മാർജിൻ സിറ്റുവേറ്റഡ് ഓൺ ദ ബ്ലാക്ക് ബാൻഡ് ഓഫ് ദ പ്രോബ് ആണ്. സോ ദാറ്റ് ഇസ് കറസ്പോണ്ടിങ് ടു ഏത് ട്രീറ്റ്മെൻറ്റ് നീഡ്സ് ആണ്, TN 2 തന്നെയാണ്. ഓക്കെ, then in that case we have to give scaling and root planing. Okay, and fourth one is pathological pocket of 6 mm or more. Black band of the probe is not at all visible. അത് അകത്ത് പോയിരിക്കും. ഓക്കെ, മറ്റേ ജിഞ്ചൈവൽ മാർജിൻ്റെ അവിടെ ആയിരിക്കും, പക്ഷേ ഇവിടെ ബ്ലാക്ക് ബാൻഡ് തീരെ വിസിബിൾ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി ഇൻസൈഡ് ദ ജിഞ്ചൈവ. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് TN 3. സോ വി നീഡ് എ കോംപ്ലെക്സ് തെറാപ്പി ബൈ സ്പെഷ്യലി ട്രെയിൻഡ് പേഴ്സണൽ. ഓക്കെ, നമ്മൾ ഈ TN 2 എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടെണ്ണം കണ്ടോ, അത് നമുക്ക് TN 2Aയും 2B ആയിട്ട് പറയാം. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ TN 2A ആൻഡ് 2B ആയതുകൊണ്ടാണ് 2 എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് TN 2Aയും 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് TN 2Bയും ആണ്. അടുത്തത് കമ്മ്യൂണിറ്റി പെരിഡോണ്ടൽ ഇൻഡെക്സ് ആണ്. സോ ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1997. സോ CPI-TN വാസ് മോഡിഫൈഡ് to the community periodontal index by inclusion of measurement of loss of attachment and elimination of treatment needs categories, and now it is included as a part of WHO oral health surveys. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തത് 1997ലാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ മോഡിഫിക്കേഷൻ ഓഫ് CPI-TN where they have eliminated, WHO have eliminated the category of treatment needs and they have added a new category known as loss of attachment. So that is how the Community Periodontal Index or CPI evolved. Okay, സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് WHO ഓറൽ ഹെൽത്ത് സർവേൻ്റെ ഒരു പാർട്ടാണ്. നമുക്കൊരു WHO തന്നിരിക്കുന്ന ഒരു ഓറൽ ഹെൽത്ത് സർവേ ഫോം ഉണ്ട്. സോ ആ സർവേ ഫോമിൽ WHO അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് CPI. സോ CPI ആണ് നമ്മൾ ഓറൽ ഹെൽത്ത് പെർഫോമയിൽ പെരിഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ പെരിഡോണ്ടൽ ഡിസീസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ പെരിഡോണ്ടൽ ഇൻഡെക്സിൻ്റെ അതിൻ്റെ സ്കോറിങ്ങും അതിൻ്റെ ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് സ്കോറിങ്ങും ആണ്. ഓക്കെ, 0 എന്ന് പറയുന്നത് ഹെൽത്തി, 1 ഇസ് ബ്ലീഡിങ്, 2 എന്ന് പറയുന്നത് കാൽക്കുലസ് ഉണ്ടെങ്കിൽ, 3 എന്ന് പറയുമ്പോൾ പോക്കറ്റ് ഓഫ് 4 to 5 mm, 6 നമ്മൾ 4th എന്ന് പറയുന്നത് 6 mm പോക്കറ്റ് മോർ ദാൻ 6 mm, X ഇസ് എക്സ്ക്ലൂഡഡ് സെക്സ്റ്റൻ, 9 നോട്ട് റെക്കോർഡഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ കോളത്തിൽ കാണാം. ഇങ്ങനെയാണ് നമ്മുടെ WHO പെർഫോമയിലും ഉള്ള ഫോർമാറ്റ്. 17162627 കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മോളാസ് എപ്പോഴും പെയേഴ്സിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ CPI-TN പോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് മോഡിഫിക്കേഷൻ ആണ്. വാട്ട് വി ഹാവ് ഡൺ ഇസ് വി ഹാവ് ജസ്റ്റ് റിമൂവ് ദ കാറ്റഗറി ഓഫ് ട്രീറ്റ്മെൻറ്റ് നീഡ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് ആഡഡ് ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് 0 മീൻസ് 0 to 3 mm ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. അപ്പം അങ്ങനത്തെ കേസിലാണ് നമ്മൾ 0 കൊടുക്കുക. 1 എന്ന് പറയുന്നത് 4 to 5 mm ആണെങ്കിൽ, 2 6 to 8 mm, 3 9 to 11 mm അത്രയും ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 3 കൊടുക്കും. ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 12 mm ദാറ്റ് ഇസ് CEJ is beyond 11.5 mm റിംഗ്, അങ്ങനെയാണ് നമ്മൾ ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് നോക്കുക കേട്ടോ. 12 mm എന്ന് പറയുമ്പോൾ നമ്മുടെ CEJൻ്റെ 11.5 mm ആ റിംഗ് ഉണ്ടല്ലോ, ആ റിംഗിലും ബിയോണ്ട് ആയിട്ടാണ് CEJ വരുന്നതെന്നുണ്ടെങ്കിലാണ് നമുക്ക് ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് 4 കൊടുക്കാൻ പറ്റുക. X is excluded section and 9 is not recorded. And remember, this community periodontal index is not recorded for the those who are under 15 years of age. 15 yearsൽ കൂടുതലുള്ള ആൾക്കാരിൽ മാത്രമേ നമ്മളിത് റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കമ്മ്യൂണിറ്റി പെരിഡോണ്ടൽ ഇൻഡെക്സ്. സോ നമ്മളിപ്പം പെരിഡോണ്ടൽ ഇൻഡൈസസ് ഇതോടുകൂടി കഴിഞ്ഞു. നമ്മൾ ഓറൽ ഹൈജീൻ ഇൻഡെക്സും ജിഞ്ചൈവൽ ഇൻഡെക്സും പെരിഡോണ്ടൽ ഡിസീസിൻ്റെ മെഷർ ചെയ്യാനുള്ള ഇൻഡെക്സും എല്ലാം പഠിച്ചു. ഓക്കെ, സോ ദാറ്റ് ഹോൾ കംസ് അണ്ടർ പെരിഡോണ്ടൽ ഇൻഡൈസസ്. നൗ വി ആർ മൂവിങ് ടു ഡെന്റൽ കേരിയസ് ഇൻഡെക്സ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് DMF ഇൻഡെക്സ്. ഓക്കെ, സോ ഹെൻറി ക്ലീൻ, കെറോലി പാമർ ആൻഡ് JV Knudsen in 1938 they have gave DMF
DMFT index. So these are the persons who have proposed DMFT index. This is important ആണ്, ഇതിന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. സോ ദ നെയിംസ് ആർ ഹെൻറി ക്ലീൻ, കെറോളി പാമർ ആൻഡ് JW നട്സൺ. ഓക്കെ, സോ ഈ DMF ഇൻഡെക്സ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പെർമനൻറ്റ് ടീത്ത് ആണ്. നമ്മൾ പെർമനൻറ്റ് ടീത്തിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഓൾ ദ 28 ടീത്ത് ആർ ഇൻക്ലൂഡഡ്. ഇനി DMF ഇൻഡെക്സിൻ്റെ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ നോക്കാം. സോ ഫസ്റ്റ് മോഡിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഒറിജിനൽ ആയിട്ടുള്ള DMF ഇൻഡെക്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ഗോട്ട് 2 മോഡിഫിക്കേഷൻസ്. ഓക്കെ, അത് ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും. സോ ഒറിജിനൽ DMF ഇൻഡെക്സിനകത്ത് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയയിൽ 3rd molars ആർ എക്സ്ക്ലൂഡഡ്, ടീത്ത് എക്സ്ട്രാക്റ്റഡ്, ഫിൽഡ് ഓർ ഫോർ എനി അതർ റീസൺസ് ദാൻ ഡ്യൂ ടു കേരീസ് അതും എക്സ്ക്ലൂഡഡ് ആണ്. ടീത്ത് റെസ്റ്റോർഡ് ഫോർ കോസ്മെറ്റിക് റീസൺ ആൻഡ് സൂപ്പർ ന്യൂമററി ടീത്ത്, അതായത് കേരീസ് അല്ലാത്തത് കാരണം എക്സ്ട്രാക്ട് ചെയ്ത ടീത്തോ അല്ലെങ്കിൽ ഫില്ല് ചെയ്ത ടീത്തോ, ഇപ്പോൾ നമുക്ക് അബട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ ജസ്റ്റ് ഫോർ നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബ്രിഡ്ജൊക്കെ വെക്കുന്നില്ല, അതൊക്കെ നമ്മുടെ എക്സ്ക്ലൂഡഡ് ആണ് DMFTയിൽ. ഓൺലി വി ആർ മെഷറിംഗ് ദ കേരീസ് എക്സ്പീരിയൻസ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് പെരിഡോണ്ടലി വീക്ക് ഓർ ഈവൻ ഇഫ് ഇറ്റ് ഈസ് treated. So we are not bothered. So remember this always, in DMFT index we are just measuring caries experience. Okay. And നമുക്കിനി WHO modifications of DMF index നോക്കാം. And WHO modified DMFT index in 1986 and 1997. So what are the modifications in 1986? All 3rd molars are included. So എല്ലാ 3rd molars-നെയും included ആയി. And temporary restorations are considered as decayed. Okay, നമ്മൾ temporary restorations ആദ്യം filled ആയിരുന്നു. So now it is considered as decayed. And only carious cavities are considered as D. The initial lesions such as chalky white spots, stained fissures എല്ലാം D എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കി. ഓക്കെ, ഇനീഷ്യൽ കേരിയസ് ക്യാവിറ്റീസ് മാത്രമേ നമ്മൾ D ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ദെൻ ഓൺലി ടീത്ത് ദാറ്റ് ഇസ് മിസ്സിംഗ് ഡ്യൂ ടു കേരീസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്സ് M കോമ്പോണൻറ്റ്. ഓക്കെ, അതായത് കേരീസ് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ എടുത്ത് കളഞ്ഞ പല്ല് മാത്രമേ നമ്മൾ M കോമ്പോണൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് WHO മോഡിഫിക്കേഷൻസ് ഓഫ് 1997 നോക്കാം. They have even modified the instruments. Okay, നമ്മൾ DMFT റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഇറ്റ്സ് എ മൗത്ത് മിറർ ആൻഡ് WHO probe. Okay, that was given in this modification. And for people above 30 years, okay, they have told that 30 years and above ഉള്ള ആൾക്കാർക്ക് M component involves teeth missing due to caries and for any other reason. ഇപ്പം 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കേരീസ് വന്നതും കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്ത ടീത്തും അല്ലാത്ത കാരണം കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്ത്, ഇഫ് ഡ്യൂ ടു പെരിഡോണ്ടൈറ്റിസ് ഓർ ഇഫ് ഡ്യൂ ടു ഫ്രാക്ചർ എന്താണെങ്കിലും ക്യാൻ ബി ഇൻക്ലൂഡഡ് ആസ് M. ഓക്കെ, അപ്പം മിസ്സിംഗ് കോമ്പണൻറ്റിൽ അത് ഇൻക്ലൂഡഡ് ആവും. ആൻഡ് അണ്ടർ 30 years ഇറ്റ് ഷുഡ് ബി സ്ട്രിക്ട്ലി ഡ്യൂ ടു കേരീസ് മാത്രം. ഓക്കെ, അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ഈ മോഡിഫിക്കേഷനിൽ അവർ പറഞ്ഞു. അപ്പം നമ്മൾ എപ്പോഴും DMFT എടുക്കുന്ന സമയത്ത് വി ഷുഡ് സ്പെസിഫൈ വിച്ച് മോഡിഫിക്കേഷൻ ആർ വി ടേക്കിംഗ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് DMF നോക്കാം. സോ എവറി ടൂത്ത് ഇസ് കൗണ്ടഡ് ഓൺലി വൺസ്. ഓക്കെ, നമ്മളിപ്പോൾ മിസ്സിങ്ങും എന്താ പറയുക മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്സ് ആണ്. മിസ്സിങ്ങും DKയും കൂടെ ഓവർലാപ്പ് ചെയ്യാനൊന്നും പാടില്ല. സോ ഒരു ടൂത്തിന് ഒരു തവണയെ നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ. ആൻഡ് DK'd മിസ്സിംഗ് ആൻഡ് ഫിൽ ടീത്ത് ഷുഡ് ബി റെക്കോർഡഡ് സെപ്പറേറ്റ്ലി. ഓക്കെ, ദെൻ റിക്കറൻറ്റ് കേരീസ് ഇസ് ഓൾസോ കൗണ്ടഡ് ആസ് DK. എക്സ്ട്രാക്ഷൻ ഇൻഡിക്കേറ്റഡ് ടീത്ത് ആർ ഇൻക്ലൂഡഡ് ഇൻ മിസ്സിംഗ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മൾ എക്സാമിൻ ചെയ്ത് തൊട്ട് നെക്സ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലാണ് അതിനെ മിസ്സിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ക്ലിയർ. മെനി റെസ്റ്റോറേഷൻ ഇസ് കൗണ്ടഡ് ആസ് 1 score. ഇപ്പോൾ എത്ര റെസ്റ്റോറേഷൻസ് ഉണ്ടെങ്കിലും ഒരു സൈഡിൽ GIC മറ്റേ സൈഡിൽ അമാൽഗം ഉണ്ടെങ്കിൽ പോലും ദാറ്റ് ഇസ് കൺസിഡേർഡ് ആസ് നമ്മുടെ റെസ്റ്റോറേഷൻ ഒന്നായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, അതായത് ഒറ്റ ഫില്ലിംഗ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് റൂട്ട് സ്റ്റംപ് ഇസ് ഓൾസോ സ്കോർഡ്. റൂട്ട് സ്റ്റംപ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ DK ആണ്, അത് നമ്മൾ DK ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. And 1986 WHO modification includes 3rd molars. It can't be used in children. As I told earlier, it is exclusive for permanent dentition and it is not actually accurate since it is only estimates dental caries. It is saying us that even if the teeth is periodontally weak, it is considered as a normal tooth. അല്ലേ, നമ്മൾ കേരീസ് എക്സ്പീരിയൻസ് മാത്രമേ അവിടെ കൗണ്ട് ചെയ്യുന്നുള്ളൂ. പെരിഡോണ്ടലി വീക്കായ ടൂത്തിനെ നമ്മൾ നോർമൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഓവർ എസ്റ്റിമേറ്റ് കേരീസ്, അതായത് ഓവർ എസ്റ്റിമേഷൻ നടക്കും കേരീസിന്. ഇപ്പം നമ്മൾ ഇപ്പം ഒരു 28 ടീത്ത് ഉണ്ടെങ്കിൽ ഇപ്പം 10 പല്ല് DK ആണ് നമ്മൾ പറയുമ്പം അതിനകത്ത് ബാക്കി 10 എണ്ണത്തിൽ ചിലപ്പം പെരിഡോണ്ടലി വീക്കായതും വേറെ പല പ്രശ്നങ്ങളും കോംപ്രമൈസ്ഡ് ആയ ഒത്തിരി കൂടുതൽ കേസസ് ഉണ്ടാവും. അപ്പം നമ്മളവിടെ കേരീസ് മാത്രം പറയുന്ന കാരണം ആ ആൾക്ക് ചിലപ്പോൾ പ്രോബ്ലം പെരിഡോണ്ടൈറ്റിസ് ആയിരിക്കും, ലൈക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ആൾക്ക് പ്രശ്നം വരുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഓവർ എസ്റ്റിമേഷൻ ഓഫ് കേരീസ് ആണ്. ഓക്കെ, സോ നൗ ഇസ് ലൈക്ക് നമുക്കിനി നെക്സ്റ്റ് പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ദ
DMF ഇൻഡെക്സ് നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. സോ നമ്മൾ സിംപ്ലി ചെയ്യേണ്ട കാര്യം നമ്മൾ D+M+F അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എത്ര ടീത്ത് പ്രസൻ്റ് ആണോ അതിൽ നിന്ന് ആ സ്കോർ മൈനസ് ചെയ്യുക. സോ ബാക്കിയുള്ള സ്കോർ വിൽ ബി അവർ പെർഫെക്റ്റ് നാച്ചുറൽ ടീത്ത് ആയിട്ടാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് ആവറേജ് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിന് DMFT നോക്കുകയാണെങ്കിൽ ആദ്യം ന്യൂമറേറ്റർ വിൽ ബി 3 സമ D+M+F ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഗ്രൂപ്പ്. ഇനി പേഴ്സൺ നീഡിങ് കെയർ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് DK ടൂത്ത് ബൈ ടോട്ടൽ നമ്പർ എക്സാമിൻഡ്. അതായത് DK ആണല്ലോ നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. സോ അപ്പോൾ നമുക്ക് DKൻ്റെ ആൾക്കാർക്കാണ് കെയർ വേണ്ടത്. ടീത്ത് ലോസ്റ്റ്, പെർസെൻറ്റേജ് ഓഫ് ടീത്ത് ലോസ്റ്റ് ആണെങ്കിൽ സിമിലർലി ടോട്ടൽ നമ്പർ ഓഫ് മിസ്സിംഗ് ടൂത്ത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എക്സാമിൻഡ്. ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഫിൽഡ് ടീത്ത് ആണെങ്കിൽ മിസ്സിംഗ് ടൂത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എക്സാമിൻഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ്. നമുക്കിനി ലിമിറ്റേഷൻസ് ഓഫ് DMFT നോക്കാം. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ DMFT വാല്യൂസ് ആർ നോട്ട് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് ടീത്ത് അറ്റ് റിസ്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ല, നമ്മൾ കേട് വന്ന പല്ലുകൾ മാത്രമേ DMFT നമുക്ക് തരുള്ളൂ. അറ്റ് റിസ്ക് ആയിട്ടിരിക്കുന്ന ചിലപ്പോൾ ട്രോമറ്റൈസ്ഡ് ടീത്തോ അല്ലെങ്കിൽ പെരിഡോണ്ടലി വീക്ക് ആയിട്ടുള്ള ടീത്തോ സിവിയർ എട്രീഷനുള്ള ടീത്തോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടീത്ത് അറ്റ് റിസ്കിനെ പറ്റി ഒരു ഐഡിയയും DMFT തരുന്നില്ല. സോ ഫസ്റ്റ് ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ. And it is invalid in older patients, because teeth can become lost for any other reasons than due to caries, especially old age ഒക്കെ ആകുമ്പോൾ പെരിഡോണ്ടലി ഭയങ്കര വീക്ക് ആയിരിക്കും. And it is misleading in children whose teeth lost due to orthodontic reasons. അതിനും നമുക്ക് DMFTയിൽ സ്കോർ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. And it overestimate caries experience in which preventive filling have been placed. ഓക്കെ, ഈവൻ ദോ നമ്മൾ അപ്പോൾ പ്രിവെൻറ്റീവ് ഫില്ലിങ്സ് ആയിട്ട് പിറ്റ് ആൻഡ് ഫിഷർ സീലൻറ്റോ അല്ലെങ്കിൽ PRR അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതിനെ കേരീസ് അല്ലെങ്കിൽ ഫില്ലിംഗ് ആയിട്ടാണ് കൂട്ടുക. സോ ഇറ്റ് ക്യാൻ ഓവർ എസ്റ്റിമേറ്റ്. ഈവൻ ടെമ്പററി ഫില്ലിങ്ങിനെ DK ആയിട്ടാണ് കൂട്ടുന്നത്. ചിലപ്പോൾ അത് പ്രിവെൻറ്റീവ് ആയിട്ട് കൊടുത്തതായിരിക്കാം. So that is what it overestimate caries, and it is little use in, it has got little use in root caries. Root caries actually use illa എന്ന് തന്നെ പറയാം. So these are the limitations of DMFT index. ഇനി നമുക്ക് DMFT ന്റെ സബ് കാറ്റഗറീസ് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് DEF ഇൻഡെക്സ്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വാസ് ഗിവൻ ബൈ ഗ്രബൽ ഇൻ AD 1944. ഓക്കെ, സോ ഇത് നമ്മുടെ പ്രൈമറി ഡെൻറ്റീഷനിൽ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു DMFT ഈസ് ഫോർ പെർമനൻറ്റ്. സോ DMFTയോട് ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രൈമറി ഡെൻറ്റീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് DEF ഇൻഡെക്സ്. ദാറ്റ് ഈസ് DK, എക്സ്ഫോളിയേഷൻ ആൻഡ് ഫിൽഡ്. Okay, so D indicates number of deciduous teeth decayed, E indicates deciduous teeth extracted due to caries and indicated for extraction, അതായത് exfoliate. സോ നമുക്കിനി മോഡിഫിക്കേഷൻസ് നോക്കാം. വി ഹാവ് സ്മോൾ d, സ്മോൾ m, സ്മോൾ f ഇൻഡെക്സ്. ഓക്കെ, ഇപ്പോൾ ഈ പ്രൈമറി ഡെൻറ്റേഷനിൽ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ DMF ഇൻഡെക്സ് എന്ന് പറയുന്നത് 7 above 7 years to 11 to 12 ഇയേഴ്സിലാണ്. ഓക്കെ, അപ്പം DK ഉണ്ട്, മിസ്സിംഗ് ഉണ്ട്, ഫില്ലിംഗ് ഉണ്ട്. Decayed, missing and filled primary molars and canines have been used to determine this DMFT. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് DF ഇൻഡെക്സ് ആണ്. ഇവിടെ നമ്മൾ E എന്ന് പറയുന്ന കോമ്പണൻറ്റിനെ കളഞ്ഞു. സോ ദാറ്റ് എക്സ്ഫോളിയേഷൻ പ്രോബ്ലം ഇസ് മിനിമൈസ്ഡ്. കാരണം കുഞ്ഞു കുട്ടികളിൽ മനസ്സിലാവില്ലേ കേരീസ് വന്നിട്ടാണോ അല്ലെങ്കിൽ നോർമലി എക്സ്ഫോളിയേറ്റഡ് ആണോ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് പ്രോബ്ലം ഹാസ് ബീൻ റിസോൾവ്ഡ്. സോ DF ഇസ് യൂസ്ഡ്, മിസ്സിംഗ് ആർ ഇഗ്നോർഡ്. ആൻഡ് WHO സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ദിസ് DFT ഇൻഡെക്സ്. ദിസ് DK ഫിൽഡ് ട്രീറ്റ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. DF ഇൻഡെക്സ് ആണ് നമ്മൾ പ്രൈമറി ഡെൻറ്റീഷൻ്റെ WHO സർവേയിൽ യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് being repeatedly asked. And mixed dentition, if children is having a mixed dentition, what do you have to do? So DMFT-യും DEFT-യും they are done separately and we are not supposed to add it. Okay, DMFT നമ്മൾ പെർമനൻറ്റ് ഡെൻറ്റേഷനും നമ്മുടെ DEFT നമ്മുടെ ഡെസിഡുവസ് ഡെൻറ്റേഷനും നമ്മൾ ചെയ്യണം. എന്നിട്ട് രണ്ടും സെപ്പറേറ്റ്ലി കൗണ്ട് കൊടുക്കണം. ആദ്യം നമ്മൾ പെർമനൻറ്റ് ഡെൻറ്റേഷൻ്റെ ചെയ്യും, എന്നിട്ട് നമ്മൾ പ്രൈമറിയുടെ ചെയ്യും. ഓക്കെ, അതാണ് മിക്സ്ഡ് ഡെൻറ്റേഷൻ്റെ പ്രോട്ടോകോൾ. സോ അടുത്ത ഇൻഡെക്സ് സ്റ്റോൺസ് ഇൻഡെക്സ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ H.H. സ്റ്റോൺ, F.E. ലോട്ടൺ, E.R. ബ്രാൻസ്ബി ആൻഡ് H.O. ഹാർട്ട്ലി. ഇതിൽ ഇത്രയും പേര് ഓർക്കണം എന്ന് ഞാൻ പറയില്ല, അറ്റ്ലീസ്റ്റ് H.H. സ്റ്റോണെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1949. ഓക്കെ, ഇത് നമുക്ക് മോർ ദാൻ 1 ക്യാവിറ്റീസ്, ഒരു ടൂത്തിൽ മോർ ദാൻ 1 ക്യാവിറ്റീസോ അങ്ങനത്തെ കേസിന് നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്കോർ തന്നിട്ട് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടാക്കി തന്നതാണ് ഈ സ്റ്റോൺസ് ഇൻഡെക്സ്. സോ അതിൽ സ്കോർ അതാണ് 1, 2, 3. So that means 1 or more cavities in the same tooth that is restricted to enamel is score 1. 2 is like 1 or more cavities in the same tooth within dentine.
3 is one or more cavities in the same tooth, resulting in the total destruction of more than a quarter of the crown. Okay, so that's Stone's index. So a pair or Stone alda perum, and it was in the year 1949. So next is Caries Severity Index. It was introduced by Tank, Sertrude and Storvik Clara in 1960. ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് പേരും ക്രൈറ്റീരിയാസ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ ക്രൈറ്റീരിയ ഇസ് ലൈക്ക് സൂപ്പർഫിഷ്യൽ കേരീസ് ആണെങ്കിൽ 1, മോഡറേറ്റ് ആണെങ്കിൽ 2, മോഡറേറ്റ്ലി സിവിയർ ആണെങ്കിൽ 3. ഇഫ് ഇറ്റ് ഇസ് സിവിയർ ആൻഡ് ഇഫ് ഇറ്റ് ഇസ് അപ്രോച്ചിങ് പൾപ്പ് ഇറ്റ് ഇസ് 4, പൾപ്പൈറ്റിസ് is 5, and death of pulp is 6, and periapical infection is 7. So that is Caries Severity Index, Tank, Sertrude and Storvik Clara in 1960. So next we are moving to another PUFA index. Okay, this is important. PUFA means pulpally involved ulcerated fistula abscess. So that is PUFA. P is like pulpal involved, U is like ulcerated, fistula and abscess. Okay, so ഈ PUFA നമുക്ക് തരുന്നത് untreated consequence of dental caries ആണ്. Okay, so that is what PUFA gives you, untreated sequelae or untreated consequence of dental caries, and it was proposed by Jindal M and Khan S in 2012. Okay, it assesses the presence of oral conditions resulting from untreated caries both in primary as well as in permanent dentition. So നമുക്ക് പ്രൈമറിയിലും പെർമനന്റിലും ഇത് യൂസ് ചെയ്യാം. ആൻഡ് അപ്പർ കേസ്, അതായത് DMFT പോലെ തന്നെ അപ്പർ കേസസ് ഫോർ പെർമനന്റ് ആൻഡ് ലോവർ കേസസ് ഫോർ പ്രൈമറി. അസസ്മെന്റ് ഇസ് മെയ്ഡ് വിഷ്വലി വിതൗട്ട് എനി ഇൻസ്ട്രുമെന്റ്. സോ ദിസ് ഇസ് എ നോൺ ഇൻവേസീവ് മെത്തേഡ് ഓഫ് അസസിങ് ഡെന്റൽ കേരീസ്. ഓക്കെ, സോ PP, അതായത് രണ്ടിനും സെയിം ക്രൈറ്റീരിയ ആണ് കേട്ടോ. സ്മോൾ പിയും ക്യാപിറ്റൽ പിയും ഫോർ പ്രൈമറി ആൻഡ് permanent criteria എല്ലാം സെയിം ആണ്. സോ പൾപ്പ് എക്സ്പോഷർ ഇസ് റെക്കോർഡഡ് വെൻ ആൻ ഓപ്പണിംഗ് ഓഫ് പൾപ്പ് ചേംബർ ഇസ് വിസിബിൾ. ഗ്രോസ്ലി ഡീക്കേഡ് ആണെങ്കിൽ നമ്മൾ P എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകും. ഇഫ് അൾസറേഷൻ ഓഫ് ദ സോഫ്റ്റ് ടിഷ്യൂ ഓർ ടങ് ഓർ മ്യൂക്കോസ ബൈ ഷാർപ്പ് എഡ്ജസ് ഓഫ് ഡിസ്ലൊക്കേറ്റഡ് ഡീക്കേഡ് കേരിയസ് ടൂത്ത്, ഇൻ ദാറ്റ് കേസ് വി ക്യാൻ റെക്കോർഡ് ഇറ്റ് ആസ് U. If fistula is recorded with pus releasing sinus in relation to the exposed tooth, അങ്ങനെയാണെങ്കിൽ നമുക്ക് F കൊടുക്കാം. പസ്സും and fistula is there, we can give it as F. And A for abscess. Abscess is recorded with pus containing swelling in relation to exposed tooth. അതാണ് PUFA, PUFA, pulpally involved ulcerated fistula and abscess. Okay, അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. ആൻഡ് അഡ്വാൻറ്റേജസ് ഇസ് ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ്. ദർ ഇസ് നോ ഇൻസ്ട്രുമെൻറ്റ്സ് വി നീഡ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാനിങ്, മോണിറ്ററിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഓറൽ ഹെൽത്ത് പ്രോഗ്രാംസ്, കീപ്പിംഗ് ഇൻ വ്യൂ കോസ് ഓഫ് നെഗ്ലിജൻസ്. അതായത് അൺട്രീറ്റഡ് ഡെന്റൽ കേരീസിൻ്റെ കോൺസിക്വൻസ് അല്ലേ, അപ്പം നെഗ്ലിജൻസ് കാരണം എത്രത്തോളം എഫക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Okay, so next comes root caries index. Okay, the root caries index was first developed by Ralph V. Katz. Okay, so otherwise it is known as Katz index, KATZ, Katz index. Okay, root caries index. So ഈ root caries index ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, and he proposed it in the year 1979. Okay, ഇയർ ഓർത്തിരിക്കണം, 1979. Okay, root cariesൻ്റെ ഒരു peculiarity എന്താണെന്ന് വെച്ചാൽ, we are examining the teeth only we are examining the teeth with gingival recession. Gingival recession വന്ന് exposed ആയ ടീത്തിനെയാണ് നമ്മൾ റൂട്ട് കേരീസ് ഉണ്ടോ എന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ താഴെ പറഞ്ഞിട്ടുള്ളത്. RN എന്ന് പറഞ്ഞാൽ റെസഷൻ ഇസ് പ്രസൻറ്റ് ബട്ട് സർഫസ് ഇസ് നോർമൽ ഓർ സൗണ്ട്. അതായത് നമ്മൾ റൂട്ട് എക്സ്പോസ്ഡ് ആണ്, പക്ഷേ റെസഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ സർഫസ് നോർമലാണ്. ഓക്കെ, ദാറ്റ് ഇസ് RN. RD മീൻസ് റെസഷൻ ഇസ് പ്രസൻറ്റ് വിത്ത് എ ഡീക്കേഡ് റൂട്ട് സർഫസ്. റെസഷൻ ഉണ്ട് പക്ഷേ ഡീക്കേ ഉണ്ട്. RF മീൻസ് റെസഷൻ പ്രസൻറ്റ് വിത്ത് എ ഫിൽഡ്. F for filled, D for decay. NOR is no association with gingival recession. There is no gingival recession present. M is like root surfaces characterized as missing. So adana M. So നമ്മുടെ dental caries indices കഴിഞ്ഞു. Now we are moving to dental fluorosis index. So you all know what is dental fluorosis. It is hypoplasia or hypermineralization of the tooth enamel or dentine due to chronic ingestion of fluoride during the developmental periods of tooth അല്ലെങ്കിൽ tooth development. Okay, so നമുക്ക് fluorosis indices ഏതൊക്കെയാണെന്ന് നോക്കാം. So first is Dean's fluorosis index. In 1934, Trenley H. Dean has devised an index for assessing the presence and severity of mottled enamel. Okay, so method was each individual receives a score corresponding to the clinical appearance of most affected teeth, and no specific information as to whether the teeth were cleaned or dried before examination is given. നമ്മൾ ഓരോ ടീത്തിനും ഓരോ സ്പെസിഫിക് സ്കോർ കൊടുക്കും. ആൻഡ് ഫൈനലി നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള ടീത്ത് നോക്കും, ആൻഡ് ദെൻ വി ഹാവ് ടു അസൈൻ ദ ലോവർ സ്കോർ. ഓക്കെ,
അതായത് ലോവസ്റ്റ് സ്കോറാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൗ വി ആർ ഡൂയിങ് ഡീൻസ് ഫ്ലൂറോസിസ് ഇൻഡെക്സ്. So these are the criteria. 0 is normal, 0.5 is questionable, 1 is very mild, 2 is mild, 3 moderate and severe. 0 means normal translucency illa enamel. Questionable means show light aberrations ranging from a few white flecks to occasional white spots. Okay. Next is like very mild, small opaque paper white areas, that is not involving more than 25%. Mild is like opaque paper white areas more than 25 but less than 50%. Moderate is all enamel surfaces are affected and also show attrition. And fourth one is severe, all enamel surfaces are affected with hypoplasia and marked form, and generally it is like discrete or confluent pitting can be seen with a brown stains. That is a characteristic most severe form of dendin fluorosis, pitting plus brown stain. Okay, so these are the categories according to Dean. So what are the limitations of Dean's fluorosis index? It does not give sufficient information on distribution of fluorosis within the dentition. Okay, and the isolated defects are not recorded, and the distinction among the categories is unclear, indistinct and lacking sensitivity. അതായത് നമുക്ക് വെരി മൈൽഡും മോഡറേറ്റും സിവിയറും ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു ക്വാണ്ടിഫയബിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ലല്ലോ. ഇറ്റ് ഈസ് ലൈക്ക് ഓൾ ക്വാളിറ്റി അല്ലേ. അപ്പം സോ ഇറ്റ് ഈസ് ലൈക്ക് ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി. So even though Dean's scale is ordinal, it involves of averaging the scores, which is inappropriate. Ordinal ആയിട്ടും നമ്മൾ അത് ആക്ച്വലി ആവറേജ് ചെയ്യുകയാണ്. സോ അത് ആക്ച്വലി ഇൻഅപ്രോപ്രിയേറ്റ് എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് Dean's fluorosis index. Okay, next comes community fluorosis index. Okay, so it was developed in 1942. And it is based on the basis of number and distribution of individual scores. A community index dental fluorosis can be calculated. അതായത് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡെൻ്റൽ ഫ്ലൂറോസിസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സം ഓഫ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അതായത് കമ്മ്യൂണിറ്റി ഫ്ലൂറോസിസ് ഇൻഡെക്സിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സം ഓഫ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇൻ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ്സ്. അതായത് ഒരു പെർട്ടിക്കുലർ വെയ്റ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, and divided by number of individuals examined. So that is a formula for calculating community fluorosis index. ഈ statistical weights എന്ന് പറയുന്നത് ഡീൻസ് ഇൻഡെക്സിൻ്റെ സ്കോർ തന്നെയാണ്. ഓക്കെ, നോർമൽ 0, ക്വസ്റ്റനബിൾ 0.5, 1, 2, 3, 4 എന്ന് പറയുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. സോ അതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയ്റ്റ്. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഫ്ലൂറോസിസ് ഇൻഡെക്സ് കിട്ടുന്നത്. ആൻഡ് അതിനെ നമ്മൾക്ക് ഫൈനലായിട്ട് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇറ്റ് ഈസ് ലൈക്ക് നെഗറ്റീവ്, ബോർഡർ ലൈൻ, സ്ലൈറ്റ്, മീഡിയം, റാദർ മാർക്ഡ് ആൻഡ് വെരി മാർക്ഡ്. ഓക്കെ, ഈ റേഞ്ച് ഓഫ് വാല്യൂസിന് ഉള്ളിലാണെങ്കിൽ 0 to 0.4, 0.4 to 0.6, 6.6 to 1, 1 to 2, 2 to 3 and 3 to 4. സോ അങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി ഫ്ലൂറോസിസ് ഇൻഡെക്സ് കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് Tilstrup and Fredeskov classification of fluorosis. Okay, it was formed or it was proposed in the year 1978 by Tilstrup and Fredeskov. So it is a 10-point classification to categorize the degree of fluorosis affecting buccal, lingual and occlusal surfaces. Okay, this is a 10-point classification by Tilstrup and Fredeskov. Okay, here it is done on a portable chair in a daylight, and remember fluorosis can be better visible in a daylight അല്ലെങ്കിൽ നോർമൽ സൺലൈറ്റിലാണ് നമുക്ക് ബെറ്റർ ആയിട്ട് വിസിബിളി. ആർട്ടിഫിഷ്യൽ ലൈറ്റിനകത്ത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ക്ലിയർ. ഓക്കെ, and plain mirror and probes are used. Okay, prior to the examination the teeth are dried with cotton rolls. സോ ഇവിടെ ഫെജസ്കോവ് ഇൻഡെക്സിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹിസ്റ്റോളജി, അതായത് ഹിസ്റ്റോളജിക് പ്രോപ്പർട്ടീസിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവർ ഈ 10-point സ്കെയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ സ്കോർസ്? 0 means normal enamel, 1 is narrow wide lines corresponding to the pericymata, 2 is like more pronounced lines, 3 എന്ന് പറയുന്ന merging and irregular cloudy areas, 4 is like entire surface is chalky white, 5th one surface has opacity with pits, 6th is regularly arranged pits and horizontal bands, 7th is loss of outer enamel but less than half surface, 8th is loss of enamel and in more than half surface and loss of tooth, 9th is loss of tooth structure leading to change in the anatomic appearance of the tooth. Okay, സോ നിങ്ങൾ സ്കോഴ്സ് മൊത്തത്തിൽ ബൈ ഹാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്, മൊത്തത്തിൽ ബൈ ഹാർട്ട് ചെയ്യണം ആക്ച്വലി, പക്ഷേ മാക്സിമം സ്കോഴ്സിൻ്റെ റേഞ്ച് എത്ര മുതൽ എത്ര വരെ ഉണ്ട്, ഇങ്ങനെ ഈ 1 സ്കോർ എന്താ കറസ്പോണ്ടിങ് എന്ന് അങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നിടത്തോളം നോക്കുക.
ആൻഡ് അതിൻ്റെ കീ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് എവിടെയാണ്, ആരാണ് കൊണ്ടുവന്നത്, എപ്പോഴാണ് കൊണ്ടുവന്നത്, വൈ ഇറ്റ് ഹാസ് ബീൻ ഗിവൺ, അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പഠിക്കുക. ഓക്കെ. ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇറ്റ് അറ്റംപ്റ്റ്സ് ടു വാലിഡേറ്റ് ദ വിഷ്വൽ അപ്പിയറൻസ് അഗെയിൻസ്റ്റ് ദ ഹിസ്റ്റോളജിക്കൽ ഡിഫക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഹിസ്റ്റോളജിയും കൂടെ കുറച്ചും കൂടെ പ്രോമിനൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് ഓഫ് ഓൾ ഫ്ലൂറോസിസ് മെഷറിംഗ് ഇൻഡൈസസ്. സോ ദിസ് ഇൻഡൈസ് ഇസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ഇൻഡൈസ്. ഓക്കെ. And now, so that is all about fluorosis index. And now we are moving to malocclusion indices. Malocclusion indicesൽ നിങ്ങൾ ജസ്റ്റ് പേരും ഓത്തറിൻ്റെ പേരും പഠിച്ചാൽ മതി, അത്രേ അതിൽ ചോദിച്ചിട്ടുള്ളൂ. സോ 2 important malocclusion indices are dental aesthetic index and index of orthodontic treatment needs. So dental aesthetic indices was proposed by Nahum C. Cons, Joanna Jenny in 1986. ഒരു രക്ഷയില്ല, പേരിങ്ങനെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. Dental Aesthetic Index by Nahum C. Cons and Joanna Jenny in 1986, and Index of Orthodontic Treatment Needs by Brook and Shaw in 1989. ഓക്കെ, അത്ര ഇപ്പോൾ പഠിച്ചാൽ മതി നിങ്ങളുടെ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് നീഡ്സിൻ്റെ. വേറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല മാലക്ലൂഷനെ പറ്റിയിട്ട്. ഓക്കെ, സോ നൗ അപ്പോൾ നമ്മുടെ ഇൻഡൈസസ് ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസസിൻ്റെ ഇൻഡൈസസും കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്നാപ്ഷോട്ട് നോക്കാം. Okay, so this is oral hygiene and plaque index. So OHI was given by Green and Vermillion. OHIS was also given by Green and Vermillion. So നിങ്ങളിത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, ഇഫ് യു ക്യാൻ റീകളക്ട് ദ നെയിംസ്. ഓക്കെ, സോ ഞാനായിട്ട് പറയുന്നില്ല, യു ജസ്റ്റ് ട്രൈ റീകളക്റ്റിംഗ് ദ നെയിംസ് ആൻഡ് അങ്ങനെ നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ ജസ്റ്റ് സ്ലൈഡ് ബാക്കോട്ട് പോകണമെന്നില്ല. ഇഫ് യു ഹാവ് എ സോപ്പൻ പീറ്റർ, ഓപ്പൺ ദ സോപ്പൻ പീറ്റർ, just see the names and just see the years. അങ്ങനെ തന്നെ ഈ ഒരു PPT കഴിയുമ്പോൾ തന്നെ യു ട്രൈ സ്റ്റഡിയിങ് ദിസ്. ഓക്കെ, ആൻഡ് ഇതിന് ഒരു എന്താ പറയുക, നിമോണിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്സോ അങ്ങനെയൊന്നുമില്ല. ഇയറൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. മാക്സിമം റിവൈസ് ചെയ്യുക, മാക്സിമം റിപ്പീറ്റ് ചെയ്യുക, ആൻഡ് കീപ്പ് ഓൺ ഹിയറിങ് ഇറ്റ്, ദെൻ യു വിൽ, ഐ തിങ്ക് യു ക്യാൻ റിമെമ്പർ. ഓക്കെ, അല്ലാണ്ട് സ്പെഷ്യൽ ടിപ്സ് ഒന്നും ഇതിനില്ല ആക്ച്വലി. ഓക്കെ, ജസ്റ്റ് ഇൻഡൈസസ് ഏതൊക്കെയാണ്, ഏതിനടിയിലൊക്കെയാണ് വരുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സോ OHIS, PHP, plaque index, Tereski, Gilmer, Glickman modification of Kugle-Hinn plaque index. Okay, then caries index, DMF, DEF, Stones index, PUFA and root caries index, and I have also told about caries severity index. Okay, ആൻഡ് ചിലതിൻ്റെയൊക്കെ ഞാൻ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എല്ലാത്തിൻ്റെയും പറഞ്ഞിട്ടില്ല. സോ വിച്ച് എവർ ഐ ഹാവ് ടോൾഡ്, ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈവൻ ഇൻ DMFT ഓൾസോ ഡിസഡ്വാൻറ്റേജസ് എല്ലാം വിച്ച് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് DMFT ഈസ് കറക്റ്റ്, അങ്ങനെ എല്ലാം ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. Then gingival and periodontal indices, gingival index, PMA, periodontal index, periodontal disease index, CPI-TN and CPI. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ ഇഫ് യു ക്യാൻ റീകളക്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ 50% നിങ്ങളുടെ ബ്രെയിനിലോട്ട് അത് രജിസ്റ്റേർഡ് ആയി. ഓക്കെ, ബാക്കി 50% നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക, ദെൻ യു വിൽ ബി ഏബിൾ ടു റീകളക്ട്. ഇയർ എന്തായാലും നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓതേഴ്സിൻ്റെ പേരെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡീൻസ് ഫ്ലൂറോസിസ് ഇൻഡെക്സ്, കമ്മ്യൂണിറ്റി ഫ്ലൂറോസിസ് ഇൻഡെക്സ്, Thiel-Strupp and Fetchescow classification of fluorosis. Then malocclusion comes IOTN and DAI index. Okay, so that all about indices. Okay, ഇനി നിങ്ങൾ MCQ ഈ ഫുൾ PPT കണ്ടു കഴിഞ്ഞിട്ട് യു ട്രൈ സോൾവിങ് MCQs, and if you have any doubt, please feel free to message me. Okay, thank you.